ഞാൻ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണുന്ന ആളാണ്. ഈ പേപ്പർ എറിയുക അല്ലെങ്കിൽ കൈയടിക്കുക വിസിലടിക്കുക എന്നുള്ള ഒരാളാണ് ഞാൻ. എങ്ങനെ ഓർത്തെടുക്കുന്ന ഈ സമയത്ത് നമുക്ക് രാഷ്ട്രീയത്തിലേക്ക് ഇടയ്ക്കൊന്ന് കയറിയായിരുന്നു എന്ന് എനിക്ക് അങ്ങനെ ഒരു ക്ഷണം ഉണ്ടായിരുന്നു. ഡയറക്ഷൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വാണിക്കും ഡയറക്റ്റ് ചെയ്യാട്ടോ എന്ന് എന്നോട് പറഞ്ഞു. എന്നുള്ള തീരുമാനത്തിൽ ചെന്നൈയിൽ നിന്നുള്ള ഒരു അല്ല, ഞാൻ തെലുഗുവായിരുന്നു. ബാബുച്ചേട്ടൻ്റെ പിന്നെ ബാബുച്ചേട്ടനിലുള്ള ഒരു പോസിറ്റീവ് വശം, ഭർത്താവ് എന്ന നിലയിൽ ബാബുച്ചേട്ടനുള്ള ഒരു പോസിറ്റീവ് വശം എന്താണ്? ആലോചിക്കണം. ആ ഒരു സീനുമില്ലേ, മമ്മൂക്ക വന്നിട്ട് അന്ന് അഭിനയിക്കണമെന്ന് തോന്നിയ ഏതെങ്കിലും ഡയറക്ടർ ചെയ്യാൻ പറ്റണമെന്ന് ആഗ്രഹിച്ച ഡയറക്ടർ ചെയ്യാതെ പോയിട്ടില്ലേ? പിന്നെ നമസ്കാരം. നമ്മൾ കുറേ നാളുകളായി എവിടെയാണെന്ന് തേടി നടന്ന് ഇന്ന് എനിക്ക് കിട്ടിയിരിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട വാണി വിശ്വനാഥ്. നമസ്കാരം. നമസ്കാരം. 10 വർഷം ഒരുപാട് തേടി ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ചെന്നൈയിലാണ്. ബാബുച്ചേട്ടൻ്റെ അടുത്ത് എന്നും ചോദിക്കും, എവിടെ ഈ നിങ്ങൾ വീട്ടിൽ അടച്ചിട്ടൊക്കെ ആണോ, നിങ്ങൾ മക്കളെ നോക്കാൻ ഏൽപ്പിച്ചേക്കുവാണെന്നൊക്കെ ചോദിക്കും. അപ്പൊ എന്നോട് പറഞ്ഞ ബാബുച്ചേട്ടൻ പറഞ്ഞ അത് ഒന്ന് മക്കളെയൊക്കെ അല്ല, എല്ലാവർക്കും അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. പക്ഷെ എൻ്റെ ഒരു ഇഷ്ടത്തിന് വേണ്ടിയിട്ട് അത് എനിക്കൊരു എന്താ പറയാ, അതൊരു വളരെ സന്തോഷമായിട്ട് ഏറ്റെടുത്ത ഒരു ജോലി തന്നെയാണ്. മക്കളെ നോക്കുക, ആ ഒരു കാര്യങ്ങൾ അങ്ങനെ. അപ്പം അതുകൊണ്ട് അതിങ്ങനെ എൻജോയ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലുതായി. അവർ ദുബായിൽ പഠിക്കുന്ന മോന് 10th ആയി. അപ്പോൾ കുറച്ച് എനിക്ക് അവരും ഇല്ല കൂടുതൽ അവരോട് സംസാരിക്കാനും പിടിക്കാനും. അപ്പോൾ കുറച്ച് ലൈഫിൽ കുറച്ച് ബോറടിച്ച് തുടങ്ങി. അപ്പോൾ അങ്ങനെ ശരി, നല്ലൊരു സബ്ജക്റ്റ് വന്നപ്പോൾ ചെയ്തതാണ്. അല്ല, ഈ സബ്ജക്ട് കേട്ട് ആസാദി പേരുകൊണ്ട് തന്നെ നമുക്കറിയാം അതിന് എന്തുമാത്രം അർത്ഥം ഉണ്ടെന്ന് നമുക്കറിയാം. ആ സിനിമയിലേക്ക് എങ്ങനെയാണ് എത്തുന്നത്? ഈ സിനിമയിലേക്ക് 10 വർഷത്തിന് ശേഷം ഒരു മലയാള സിനിമ തെരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ ഒരു വരവ് അറിയിക്കണമല്ലോ. അതെ, തീർച്ചയായിട്ടും. എനിക്ക് ഒരുപാട് പടങ്ങൾ വന്നു. അതിൻ്റെ ഇപ്പോൾ പേരുകളോ അത് വൻ ഹിറ്റായിരുന്നു അല്ലെങ്കിൽ ഫ്ലോപ്പായിരുന്നു അതൊന്നും പറയാനില്ല. ഒരുപാട് ക്യാരക്ടറുകളും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. പക്ഷേ ഈ സംഭവം എന്ന് പറയുമ്പോൾ എന്നെ എങ്ങനെയാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്, അതാണ് ഞാൻ ആലോചിച്ചത്. അപ്പോൾ ആ ഒരു ക്യാരക്ടറായിട്ട് എനിക്ക് തോന്നി ജനങ്ങൾക്ക് ഇതായിരിക്കും ഞാൻ വരുമ്പോൾ ഇഷ്ടമുണ്ടാവുക. അങ്ങനെ അഭിനയിക്കാൻ തീരുമാനിച്ചതാണ്. ഇത് ബാബുവേട്ടനായിരുന്നു ഇവർ ഫസ്റ്റ് വിളിച്ചപ്പോൾ പറഞ്ഞു, വാണി നീ കഥ കേൾക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ ഒരുപാട് കേൾക്കാറുണ്ട്. അപ്പോൾ പുള്ളി വിശ്വസിച്ചില്ല, ഇനി ഇതിപ്പോൾ ഓക്കെ ആവുമെന്ന് ആൾക്കും അറിയില്ല. ഇങ്ങനെ പറഞ്ഞു, എന്തോ ഒരു സംതിങ് എനിക്ക് അതിലൊരു ഇഷ്ടം തോന്നുന്നു ആ ക്യാരക്ടറിനോട്. അത് മാത്രമല്ല, എൻ്റെ ക്യാരക്ടർ മാത്രമല്ല, മൊത്തത്തിൽ പടമും നന്നായിരിക്കുമല്ലോ. നോക്കുമ്പോൾ ഓരോരുത്തരെ ക്യാരക്ടറൈസേഷനും എല്ലാം വെച്ച് നോക്കുമ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതിൻ്റെ എൻഡും തുടക്കവും എല്ലാം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു തോന്നി. എൻ്റെ ഒരു ക്യാരക്ടർ മൊത്തത്തിൽ ഒത്തിരി സിനിമകൾ മലയാളികൾക്ക് തന്നു. കൂടുതലും ആക്ഷൻ സിനിമകളാണ്. ഈ ആക്ഷൻ സിനിമകളാണ് മലയാളികൾ ഇഷ്ടപ്പെടുന്നതെന്ന് തിരിച്ചറിഞ്ഞിട്ട് തന്നെയാണോ ആ സമയങ്ങൾ ആക്ഷൻ തന്നെ ചെയ്തു പോയത്? അത് ചെയ്യാൻ കൂടുതൽ ആരും ഇല്ലായിരുന്നു, അതായിരുന്നു ആ സമയത്ത്. അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ വേറെ 2 നായകന്മാർ ആക്ഷൻ ചെയ്യുന്നുണ്ട് അപ്പുറത്ത്. അപ്പോൾ എനിക്കും വേറെ ക്യാരക്ടറുകൾ ചെയ്യായിരുന്നു. പക്ഷേ ഞാൻ മാത്രമായി പോയി, അവിടെ ഒരു ടൈപ്പായി പോയി. പക്ഷെ അതെനിക്കൊരു സന്തോഷം തന്നെയാണ്. ഒരു ആക്ഷൻ, അതും കേരളത്തിൽ. മറ്റുള്ള ലാംഗ്വേജിൽ സ്വാഭാവികമായിട്ടുള്ള ഒരു സംഭവങ്ങളൊന്നും അധികം ഉണ്ടായിരിക്കില്ല. പക്ഷെ മലയാളം എന്ന് പറയുമ്പോൾ കൂടുതലും അവർ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നവരാണ്. അപ്പോൾ ആ ഒരിടത്ത് ഒരു ആക്ഷൻ നായിക എന്ന് പറഞ്ഞാൽ ഞാനൊരു എന്താ പറയുക, വിശ്വസിക്കാൻ പറ്റാത്ത ഒരു നായിക കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ, വിശ്വസിക്കാൻ പറ്റാത്ത ക്യാരക്ടറുകളുമായി വന്ന് മലയാളികൾ അത് ഏറ്റെടുക്കുമ്പോൾ അതൊരു വലിയ സന്തോഷമാണ്. തെലുങ്കിനെ സംബന്ധിച്ചിടത്തോളം, തമിഴെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതൊരു ഞാൻ എൻജോയ് ചെയ്തു. അത് ഒരേ ടൈപ്പായി പോയി എന്ന് പിന്നീട് ചിന്തിച്ചു? അതുകൊണ്ട് ഇല്ല, ഒരിക്കലും ഇല്ല, ടൈപ്പായി പോയി എന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല, ഇപ്പോഴും ചിന്തിക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ അതിന് പറ്റിയ ആൾക്കാർ വന്നിട്ട് എനിക്ക് അതൊരു സന്തോഷം തന്നെ. പക്ഷെ അധികം ആരും വന്നിട്ടില്ല അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യാനായിട്ട്.
അപ്പോൾ അതുകൊണ്ട് പിന്നെയും എനിക്കങ്ങനെ തോന്നുന്നൊന്നുമില്ല. പക്ഷേ ക്യാരക്ടറുകൾക്ക് വ്യത്യാസം ഉണ്ടാവണമെന്ന് വളരെ ആഗ്രഹം. ഒരു ഇപ്പോൾ ഹീറോസും അങ്ങനെയാണല്ലോ, ക്യാരക്ടറുകൾക്ക് വ്യത്യാസമായിട്ടുള്ള ക്യാരക്ടറുകളാണല്ലോ എല്ലാവരും ചെയ്യുന്നത്. ആക്ഷൻ ആയിരിക്കാം, പക്ഷെ ഓരോ ട്രീറ്റ്മെൻറ്റും വ്യത്യാസമാണ്. അപ്പോൾ അങ്ങനെ വേണമെന്നൊരു ആഗ്രഹമുണ്ട്. ഈ 10 വർഷത്തിന് ശേഷമാണ് ഇപ്പം മലയാള സിനിമയിലേക്ക് തിരിച്ചു വരുന്നത്. അതെ. അപ്പോഴുള്ള മാറ്റങ്ങളെല്ലാം ബാബുച്ചേട്ടനിൽ നിന്ന് എല്ലാം പഠിക്കുന്നുണ്ട്. സിനിമ പുറത്ത് നിന്ന് കാണുന്ന വീക്ഷിക്കുന്ന ഒരാളാണ്. വന്നു കഴിഞ്ഞിട്ട് ഇന്നാണ് ക്യാമറയ്ക്ക് മുമ്പിലേക്ക് പോകുന്നുള്ളൂ. ഇതാണ് ഏറ്റവും വലിയ അതിന് മുമ്പ് എൻ്റെ അടുത്തേക്ക് ഞാൻ സാധാരണ എല്ലാവരും അഭിനയിച്ചൊക്കെ ശേഷമാണ് നമ്മൾ പത്രസമ്മേളനം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് കഴിഞ്ഞിട്ടാണ്. ആ ഒരു മാറ്റം വളരെ വലിയ മാറ്റമാണ്. ഇതിപ്പം ഞാൻ പറഞ്ഞു വന്ന പോലെ ഒരു മാറ്റങ്ങളുണ്ട്. മലയാള സിനിമയ്ക്ക് പൊതുവെ ഒരു മാറ്റങ്ങൾ സംഭവിച്ച കാലഘട്ടമാണ്. നമുക്കറിയാം 10 വർഷം ശേഷം ഒത്തിരി മാറ്റങ്ങൾ സംഭവിച്ചു. അന്നത്തെ മലയാള സിനിമയല്ല ഇന്നത്തെ മലയാള സിനിമ അല്ലെ? അതിലൊരു മാറ്റങ്ങൾക്ക് ബാബുച്ചേട്ടനുമായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇല്ല, ഞാൻ വന്നറിയാന്ന് വിചാരിച്ചു. തീർച്ചയായിട്ടും അതല്ല കൂടുതൽ നല്ലത്. നമ്മൾ കണ്ടറിയുന്ന പറഞ്ഞു കേൾക്കുന്നതിനേക്കാൾ നല്ലത് കണ്ടറിയാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ കണ്ടിട്ട് അറിയട്ടെ. ഇനിയും കുറച്ച് നാളുകൾക്ക് ശേഷം കാണുമ്പോൾ ഞാൻ പറയാം എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന്. ഒരു സിനിമ അനൗൺസ് ചെയ്തിരുന്നു, ട്രിവാൻഡ്രത്തൊരു സിനിമ അനൗൺസ് ചെയ്തിരുന്നു. അതായിരുന്നു ആദ്യ സിനിമ എന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ അതെന്തോ സബ്ജക്റ്റിന്റെ പ്രശ്നങ്ങൾ കൊണ്ട് എന്തോ നിങ്ങൾ രണ്ടും ഒരുമിച്ച് അഭിനയിക്കുന്ന ഒരു സിനിമയായിട്ടാണ് വലിയ അനൗൺസ്മെന്റ് ഒക്കെ ആയിരുന്നു നടത്തുന്നത്. അത് മാറിപ്പോയപ്പോൾ ഒരു ദുഃഖം തോന്നിയോ? നിങ്ങൾ രണ്ടും ഒരുമിച്ച് ഒരു സിനിമയിൽ വരിക എന്നുള്ള മലയാളികൾ ഒത്തിരി പ്രതീക്ഷ ഒരു സബ്ജക്റ്റ് ആയിരുന്നു. അതെ. പക്ഷെ ദുഃഖം തോന്നിയത് അത് വന്നിട്ട് ഇനി മലയാളികൾക്ക് ഒരു ഇഷ്ടപ്പെടാതെ വന്നിട്ട് അതിനേക്കാളും നല്ലത് മാറിപ്പോകുന്നല്ലേ എന്ന് വിചാരിച്ചു. കാരണം ആ സബ്ജക്റ്റ് കൊണ്ട് കുറച്ച് പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായത്. അതുകൊണ്ടാണ് അത് മാറാൻ കാരണം. അപ്പോൾ അതുകൊണ്ട് അതിലും നല്ലത് നമ്മളെ ചിലപ്പോൾ തേടി വന്നതുകൊണ്ട് അത് തീർച്ചയായിട്ടും നന്നായിരിക്കും. ഇത് അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പം നമ്മൾ ആസാദി എന്ന സിനിമയിലേക്ക് ഒരു പുതിയ സംവിധായകനാണ് അല്ലേ? ഒത്തിരി നല്ല സംവിധായകർ കൂടെ അഭിനയിച്ച് എല്ലാവരും നല്ല സംവിധായകരാണ്. ഒരു പുതിയ സംവിധായകന്റെ അടുത്തേക്ക് നമ്മുടെ ഒരു തിരിച്ചുവരവ് വരുമ്പോൾ എന്തെങ്കിലും ആശങ്കയുണ്ടോ? ഒരിക്കലും ഇല്ല. അതിൽ 100% എനിക്ക് പുതിയ ഡയറക്ടറുകളുടെ കൂടെ വർക്ക് ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം. കാരണം അവരുടെ കയ്യിൽ ഒരു നല്ല തോട്ട് അവർക്ക് ഉണ്ടായിരിക്കും ആദ്യത്തെ പടത്തിൽ. അപ്പോൾ അങ്ങനെ വിചാരിക്കുമ്പോൾ എനിക്ക് പുതിയ ഡയറക്ടേഴ്സിൻ്റെ പടം തന്നെയാണ് ഇഷ്ടം വർക്ക് ചെയ്യാനായിട്ട്. വലിയ ഡയറക്ടറുകളെ കുറ്റം പറയില്ല, കുറച്ചും കൂടി പുതിയ തോട്ട്സ് ഉണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നത്. അത് തന്നെയാണ് അതിൻ്റെ ഒരു നമുക്ക് ചെയ്യാനുള്ള ആഗ്രഹവും ഇഷ്ടവും. ഇതും ഒരു പോലീസ് വേഷത്തിലേക്കാണ് എത്തുന്നത്. അതെ എന്നാണ് ഞാൻ സബ്ജക്ട് എന്നോട് പറഞ്ഞത്. പോലീസ് വേഷത്തിൽ വീണ്ടും എത്തുന്നത് പോലീസായിട്ട് തന്നെയാണ്, ഒരു പോലീസ് ഓഫീസറായിട്ട് തന്നെയാണ് വരുന്നത്. വീണ്ടും 10 വർഷത്തിന് ശേഷം മലയാള സിനിമയ്ക്ക് പോലീസ് ഓഫീസറായിട്ട് തന്നെയാണ് വരുന്നത്. പക്ഷെ വളരെ വ്യത്യാസമുള്ള, ഞാൻ എപ്പോഴും പറയാറുള്ളത്, എനിക്കൊരു നല്ല പോലീസ് ഓഫീസർ ശരിക്കും കിട്ടിയിട്ടില്ല എന്നാണ്, ഇതുവരെ കിട്ടിയിട്ടില്ല എന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ ആ ഒരു വിശ്വാസം ഇതൊരു പകുതിയെങ്കിലും കിട്ടട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം എനിക്കൊരു നല്ലൊരു പോലീസ്, അല്ലെങ്കിൽ ഇപ്പോൾ സുരേഷ് ഗോപി സാർ ചെയ്യുന്ന ഒരു കമ്മീഷണറോ അല്ല മമ്മൂക്ക ചെയ്ത പോലത്തെ പോലീസ്, അങ്ങനെ ഒരു നല്ലൊരു പോലീസ് ഓഫീസർ കിട്ടുന്നില്ല. നല്ലൊരു ഫൈറ്റ് രംഗോ അങ്ങനെ ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല എന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയൊരു മാറ്റം, കുറച്ചും കൂടി എനിക്ക് ആഗ്രഹമുള്ള ഒരു പോലീസ് ഓഫീസർ ആവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ എങ്ങനെയാണ് ഈ മെയിൻറ്റെയിൻ ചെയ്യുന്ന ബോഡി? അന്ന് കണ്ട വാണി തന്നെ ഇന്നും? അത് കുറച്ച് കൂടും, കുറച്ച് ചിലപ്പോൾ കുറയും, അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ അതിനു വേണ്ടിയുള്ള ഒരു ഇതുണ്ടായിരിക്കുമല്ലോ, ഒരു ഹോംവർക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കില്ല. ടൈം ഷെഡ്യൂൾ എങ്ങനെയാണ് പോകുന്നത്? ഒരു വീട്ടിലാവുമ്പോൾ ടൈം ഷെഡ്യൂൾ ഉണ്ടല്ലോ. അയ്യോ, എനിക്ക് 24 മണിക്കൂർ പറ്റില്ല. ഇവിടെ വന്നപ്പോൾ എനിക്ക് ഒന്നും ചെയ്യാനില്ല എന്ന് തോന്നുക. ഞാൻ എന്തോ ഒരു കൂട്ടിലടച്ചു വിട്ട പോലെ തോന്നുന്നത് എനിക്ക് സിനിമയിലാണ്. അവിടെ എന്ന് പറയുമ്പോൾ കാലത്തൊട്ട് 6 മണിക്ക് എഴുന്നേറ്റ് പിള്ളേരുടെ കാര്യങ്ങളും അതും ഇതും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും. ഇവിടെ ഒന്നുമില്ല എന്ന് തോന്നുന്നു എനിക്ക്. ഞാനൊരു ഭയങ്കര സൈലന്റ് ആയി പോയ പോലെ തോന്നുന്നു ലൊക്കേഷനിലേക്ക് വന്നപ്പോഴേ. ഒന്നുമില്ലല്ലോ, എന്താ ഇനി അടുത്ത എന്ത് എന്നുള്ള ഒരു സംഭവം ഇല്ല അവിടെ. അങ്ങനെയല്ല, ഓരോ മിനിറ്റിലും അടുത്ത് എന്ത് ചെയ്യാം അങ്ങനെ ആയിരിക്കും എനിക്ക്. ഈ 10 വർഷക്കാലവും മലയാള സിനിമയിൽ ഒരു സിനിമയിലും അഭിനയിക്കാൻ പോയില്ല, ഒന്നും പോയിട്ടില്ല. അതെങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു? ഒരു അഭിനയം എന്നത് വാണി വിശ്വനാഥ് എന്ന് പറഞ്ഞ ആക്ടറിനെ സംബന്ധിച്ചും വലിയ ഒരു ഫാഷനായിട്ടാണ് കണ്ടിരുന്നത്. അല്ല, അത് നമുക്ക് എന്താ പറയുക, അതിനേക്കാൾ നല്ലതെന്ന് പറയുമ്പോൾ നമ്മൾ അത് തന്നെയല്ലേ എപ്പോഴും ചൂസ് ചെയ്യുള്ളൂ. എനിക്ക് അഭിനയം ഇഷ്ടമാണ്, പക്ഷെ അതിലും വലിയൊരു ദൗത്യവും അതിലും വലിയൊരു സംഭവം, എനിക്ക് സന്തോഷമുള്ള സംഭവം ഇപ്പുറത്തുള്ളപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇതിന് സെക്കൻഡും അത് ഫസ്റ്റ് ആയിട്ട് തന്നെയല്ല, അത് തന്നെയുള്ളൂ സംഭവം.
ഇനിയിപ്പം തുടർന്ന് അഭിനയിക്കാനുള്ള ഒരു തുടർന്ന് അഭിനയിക്കണം നമുക്ക് നല്ല സബ്ജക്റ്റുകൾ നമ്മൾ വേണ്ട എന്ന് വെക്കുന്നില്ല. ഇത് ഒന്നിനും നമുക്കൊരു നല്ലൊരു ക്യാരക്ടർ വന്നപ്പോൾ ഇത് ചെയ്യാം എന്ന് കരുതി എന്നല്ലാതെ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ഒരു ടേബിൾ പ്രോഫിറ്റിനോ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല ഞാൻ സിനിമയിലേക്ക് വരുന്നത്. എന്താ പറയുക, നല്ല ക്യാരക്ടർ വന്നാൽ ചെയ്യും. എനിക്കൊരു ബിസി ആവണമെന്നോ മാർക്കറ്റുകളൊക്കെ വെട്ടിപ്പിടിക്കണമെന്നോ അങ്ങനെ ഒരു ആഗ്രഹമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ ആ ഒരു വയസ്സിലായിരിക്കുമല്ലോ, ഈ ഒരു വയസ്സ് വരെ ഞാൻ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. മലയാള സിനിമയിൽ നിന്നും എന്തെങ്കിലും അവഗണന നേരിട്ടിട്ടുണ്ടോ ഏതെങ്കിലും കാലഘട്ടത്തിൽ വാണി വിശ്വനാഥ്? ഒരിക്കലുമില്ല. എനിക്ക് അവഗണന എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. മാറ്റി നിർത്തപ്പെടുന്നതോ അല്ലെങ്കിൽ ഇല്ല അങ്ങനെയൊന്നുമില്ല. ഞാനൊരു വേറെ ടൈപ്പ് ക്യാരക്ടറുകളായതുകൊണ്ട് അങ്ങനെ ചെയ്തു പോയി എന്നല്ലാതെ വേറെ ഞാൻ എല്ലാവരുടെയും നായികമാരായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, ഗ്ലാമർ ചെയ്തിട്ടുണ്ട്. തെലുങ്ക് മൊത്തം ഒരു 60 ഫിലിംസോളം ഞാൻ ചിരഞ്ജീവിയുടെ അവരുടെ ഒക്കെ നായികയായിട്ട് അഭിനയിച്ച് അവിടെ നിന്ന് വന്ന് മമ്മൂക്കയുടെയും എല്ലാവരെയും നായികയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ പെട്ടെന്ന് എനിക്ക് എന്നൊരു തനിയൊരു ടൈപ്പ് ക്യാരക്ടറുകൾ ചെയ്തപ്പോൾ ഞാൻ അങ്ങനെ ഒതുങ്ങി കൂടിയെന്നുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ എന്നും ഓർത്തിരിക്കാൻ പറ്റുന്ന കഥാപാത്രങ്ങൾ കുറേ ഉണ്ടാവും, ഒത്തിരി ഉണ്ടാവും. നമുക്ക് എങ്കിലും നമ്മൾ പ്രണയിച്ച ഒരു കഥാപാത്രം ഉണ്ടല്ലോ. എല്ലാ ക്യാരക്ടറുകളും പ്രണയം തന്നെയാണ്. നമുക്ക് ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ ആ ക്യാരക്ടറിനെ മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യുള്ളൂ. നമ്മൾ വേറൊരു ക്യാരക്ടറിനെ പറ്റി എനിക്ക് സംസാരിക്കുന്നത് പോലും ആ പടം ചെയ്യുമ്പോൾ എനിക്ക് ഇഷ്ടമില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് പടങ്ങളുണ്ട്. എനിക്ക് മാന്നാർമത്തായി തന്നെ എൻ്റെ ഏറ്റവും വലിയ നല്ല എൻ്റെ ലൈഫ് ടൈം ക്യാരക്ടർ എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് അത്രയും നല്ല ക്യാരക്ടറായിരുന്നു. ഒരുപാട് പടങ്ങൾ ഇനിയിപ്പോൾ ഒരു ആക്ഷൻ എന്ന് പറയാൻ, അല്ലെങ്കിൽ ഒരു പോലീസ്, അല്ലെങ്കിൽ ഒരു അതിൻ്റെയൊക്കെ തുടക്കം എനിക്ക് തോന്നുന്നത് കിങ് ആയിരിക്കും. കിങ്ങാണ് എനിക്കൊരു അടിപൊളി വേഷം എന്നൊരു സീനുകൾ ഇപ്പോഴും മനസ്സിൽ നമുക്ക് അതിൽ നിന്നായിരിക്കും ഒരു ആക്ഷനിലേക്ക് തിരിഞ്ഞത്. ആക്ഷൻ ചെയ്യാമെന്ന് മറ്റുള്ളവർ വിചാരിച്ചിരിക്കുക. അപ്പോൾ അങ്ങനെ ഇൻഡിപെൻഡൻസ്, അങ്ങനെ ഒരുപാട് പടങ്ങൾ, നല്ല പടങ്ങൾ ചെയ്യാൻ പറ്റി. നമുക്ക് എന്നും ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു, നമ്മൾ കുറെ പേരുടെ കോമ്പിനേഷനാണ് പേരായിട്ടുണ്ട്, എങ്കിലും നമുക്കൊരു ഇഷ്ടമുണ്ടല്ലോ അവരുടെ കൂടെ അഭിനയിക്കുമ്പോഴാണ് നമ്മൾ എല്ലാവരുമായിട്ട് അഭിനയിക്കുമ്പോഴാണ് മാറ്റമൊന്നുമില്ല. എങ്കിലും നമുക്കൊരു പേരെടുത്ത് പറയാൻ എപ്പോഴും എനിക്കൊരു പേരുണ്ടാവും എപ്പോഴും. അതുപോലെ വാണിക്കൊരു പേരുണ്ടാകാം. ഒരു പേരെന്നല്ല, കൂടുതൽ എനിക്ക് കംഫർട്ടായിട്ട് അഭിനയിക്കുന്നത് തോന്നിയത് മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കുമ്പോൾ തന്നെയാണ്. 100%. മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കുമ്പോൾ ഉണ്ടാവുന്ന, ഇപ്പൊ പറഞ്ഞില്ല, ഏറ്റവും കൂടുതൽ ഒരു പോസിറ്റീവ് വൈബ് ആയിരിക്കുമല്ലോ മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കും. മമ്മൂക്കയിൽ നിന്നും കിട്ടിയിരിക്കുന്ന ഉപദേശം എന്തായിരിക്കും? ഉപദേശം അദ്ദേഹത്തിന്റെ അഭിനയം തന്നെയാണ്. നോക്കി നിൽക്കുന്ന ആളുടെ അഭിനയം നോക്കി നമ്മളുടെ ക്യാരക്ടർ നമ്മൾ വിടുന്ന ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് തന്നെയാണ് ആ ഒരു നമുക്ക് കിട്ടാവുന്ന, പഠിക്കാവുന്ന ഒരു ഉപദേശം. അല്ലാതെ പുള്ളി ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊന്നും പറഞ്ഞു തന്നിട്ടൊന്നുമല്ല. ആൾ അഭിനയിക്കുമ്പോൾ നോക്കി നിൽക്കുന്നത് തന്നെയാണ് ആ ഒരു സന്തോഷം നമുക്ക്. ഈ 10 വർഷത്തെ ഗ്യാപ്പിൽ നമ്മളൊരു സൗഹൃദം കീപ്പ് ചെയ്യുന്നുണ്ടായിരുന്നോ? നമ്മൾ ആളുകളുമായിട്ട് ഫോണിൽ ബന്ധപ്പെടുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? എനിക്ക് ഫ്രണ്ട്സ് വളരെ കുറവാണ്. ഞാൻ പഠിക്കുമ്പോൾ പോലും എനിക്ക് വളരെ ഫ്രണ്ട്സൊക്കെ കുറവാണ്. അപ്പോൾ അതെനിക്കൊരു തോന്നിയിട്ടില്ല. ഞാൻ അഭിനയിക്കുമ്പോൾ ആരാണ് എൻ്റെ കൂടെ, അവരായിരിക്കും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. അതുപോലെ തന്നെ ആരുടെ കൂടെ അഭിനയിച്ചപ്പോൾ ഹിറ്റ്ലർ അഭിനയിക്കുമ്പോൾ ശോഭന നല്ല ഫ്രണ്ടായിരുന്നു, ജനാധിപത്യം അഭിനയിക്കുമ്പോൾ ഉർവശി നല്ല ഫ്രണ്ടായിരുന്നു, എല്ലാവരും നല്ല ഫ്രണ്ടാണ്. ആ പടം വരെയേ ഉണ്ടാവുള്ളൂ. അതിനുശേഷം അങ്ങ് പോയവർ വളരെ കുറവായിരിക്കും. അപ്പോൾ അധികം അങ്ങനെ ഫോണിൽ സംസാരിക്കുക, അങ്ങനെ ഒരുപാട് നേരം ഫ്രണ്ട്സുമായി ചിലവഴിക്കുക, അങ്ങനെ വളരെ കുറവാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണല്ലേ? ഇപ്പോഴും അങ്ങനെയാണ്. അന്നത്തെ കാലം പോലെ ഇപ്പൊ ഒരു പക്ഷെ ആർക്കും അറിയില്ല. ചിലപ്പോൾ എൻ്റെ വീട്ടുകാർക്കും ബാബുവേട്ടനും അല്ലാതെ ഞാൻ അഭിനയിക്കാൻ വരുന്ന പോലും ചിലപ്പോൾ ആർക്കും അറിയില്ലായിരിക്കും. ഈ പറഞ്ഞതുപോലെ ഇപ്പൊ ഈ അഭിനയിക്കാൻ വന്ന വേറെ ആർക്കും അറിയില്ല, മറ്റാർക്കും അറിയില്ല, സുഹൃത്തുക്കൾക്കോ മറ്റു വീട്ടുകാർക്ക് ആർക്കും അറിയില്ല. വീട്ടുകാർക്ക് കുടുംബത്തിൽ മാത്രം. മക്കൾ എന്ത് പറഞ്ഞു വീണ്ടും അഭിനയിക്കാൻ പോവാന്ന്? അവർക്കൊക്കെ സന്തോഷം തന്നെയാണ്, വളരെ സന്തോഷമാണ് അവർക്ക്. അമ്മ ചെയ്യും, അമ്മ ഇങ്ങനെ വെറുതെ വീട്ടിലിരിക്കുമ്പോൾ ഞങ്ങൾക്കും വിഷമം. അമ്മ വീട്ടിലിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു എനിക്കെന്ത് വിഷമം, ഒരു വിഷമം അവർക്കാണ് പ്രശ്നം. ഞാൻ വെറുതെ വീട്ടിലിരിക്കുമ്പോൾ അവർ എൻ്റെ പടങ്ങളും ഇതൊക്കെ കണ്ടിട്ട്, അപ്പോൾ ഞാൻ എൻജോയ് ചെയ്യുന്നതാണ് എൻ്റെ ലൈഫിനെ. പക്ഷെ അവർക്ക് എല്ലാവർക്കും വളരെ സന്തോഷം, വീട്ടിലും എല്ലാവർക്കും സന്തോഷം. കൂടുതൽ സന്തോഷം ബാബുവേട്ടനാണ്. ചെയ്യേ, നീ എപ്പോഴും കഥ കേട്ട് ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കില്ല, നീ ചെയ്യെന്ന് പറയുന്നത് പുള്ളിക്കാരൻ തന്നെയാണ്. ഇനിയിപ്പോ മലയാളത്തിലേക്കാണ് ഇനി മറ്റു ഭാഷയിലേക്കും കൂടെ ഞാൻ ഒരു പടം ഇതിനു മുമ്പ് ചെയ്തു, ഒരു തെലുഗു മൂവി റിലീസാവുമ്പോൾ ഒക്ടോബർ റിലീസാവും. അതൊരു ആന്റി പൊളിറ്റിക്കൽ മൂവിയാണ്. അപ്പോൾ അതാണ് ഇപ്പോൾ ലാസ്റ്റ് ചെയ്തത്. അതാണ്. മൂവി പറഞ്ഞപ്പോഴാണ് രാഷ്ട്രീയത്തിലേക്ക് ഇടയ്ക്കൊന്ന് എനിക്ക് അങ്ങനെ ഒരു ക്ഷണം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്തായിരുന്നു എൻ്റെ അച്ഛൻ്റെ ഒരു വേർപാട്. അപ്പോൾ ആ സമയത്ത് എനിക്ക് എല്ലാം കൊണ്ടും ഞാനൊരു അപ്സെറ്റായിരുന്നു. അപ്പോൾ ആ സമയത്ത് പിന്നെ പോകാൻ പറ്റിയില്ല.
ഇനിയും സമയമുണ്ടല്ലോ, ആലോചിക്കാം. അല്ല അത് വിട്ടിട്ടില്ല നമ്മള്. വിട്ടിട്ടില്ല, അല്ലേ? ആലോചിക്കാം. ഇനിയിപ്പോ ഇലക്ഷന്റെ സമയം ആവുകയാണ് കേട്ടോ. ആവട്ടെ, എല്ലാവരും വരട്ടെ. നമ്മൾ അവർക്കും എല്ലാവർക്കും നല്ല ഇതിനു വേണ്ടി നമുക്ക് സപ്പോർട്ട് ചെയ്യാം. അത്തരമൊരു ഇതിൽ നിന്ന് നമ്മൾ പിന്മാറിയിട്ടില്ല. ഒരിക്കലും പിന്മാറില്ല, ഒന്നിൽ നിന്നും പിന്മാറില്ല. എന്തിനാ അഭിനയത്തിൽ നിന്നും പിന്മാറിയിട്ടുണ്ടായിരുന്നില്ല. എപ്പോഴും വരും, എപ്പോഴെങ്കിലും ചെയ്യാം എന്നുള്ള തീരുമാനത്തിൽ. രാഷ്ട്രീയം ചെന്നൈയിൽ നിന്നുള്ള ഒരു അല്ല, ഞാൻ തെലുഗുമായിരുന്നു. അതെ അതെ അതെ, അവിടെ നിന്നായിരുന്നു ക്ഷണം വന്നത്. ഇപ്പോഴും ആ ക്ഷണം നിൽക്കുന്നുണ്ട്, ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്, ഇപ്പോഴും വിളിക്കുന്നുണ്ട്. അപ്പൊ ഞാനൊരു അകലം പാലിച്ചിരിക്കുകയാണ് ഇപ്പോൾ. എന്തായാലും ഇല്ല എന്ന് വെച്ചിട്ടില്ല, ഒരിക്കലും ഇല്ല. അവിടെയൊക്കെ ഒരു രാഷ്ട്രീയത്തിലേക്ക് വരുവാന്ന് വെച്ചാൽ എളുപ്പമല്ല. പക്ഷെ ഒരു അഭിനേതാവ് എന്ന നിലയിലേക്ക് കാരണം അത് വിളിക്കാൻ കാരണം എന്ന് വെച്ചാൽ NT രാമറാവു സാറിന്റെ ഈ TDP എന്ന പാർട്ടി ആളായിരുന്നു ഫൗണ്ടർ. ആര്? NT രാമറാവു സാറായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ്റെ ലാസ്റ്റ് ഹീറോയിൻ ഞാനാണ്. പുള്ളിക്കാരൻ കഥാനായകനായി അഭിനയിച്ച ലാസ്റ്റ് ഹീറോ. എൻ്റെ ഒരു 17-18 വയസ്സിലായിരുന്നു ഞാൻ അഭിനയിച്ചത് ആ പടം. അപ്പോൾ അതെപ്പോഴും ഇങ്ങനെ അവരുടെ പാർട്ടിക്കൊരു എപ്പോഴും പറയാറുള്ള ഒരു സംഭവം. അപ്പോൾ ആ ഒരു രീതിയിലാണ് എനിക്ക് അവിടെ നിന്ന് ഒരു ക്ഷണം വന്നത്. NT രാമറാവു സാറിൻ്റെ നായികയല്ലേ, അപ്പോൾ ആ ഒരു പാർട്ടിയുടെ ഫൗണ്ടറാണ് TDPയുടെ. അപ്പോൾ ആ പുള്ളിയുടെ നായിക വന്നാൽ അവർക്കൊരു സന്തോഷം. അങ്ങനെയാണ് വന്നത് ക്ഷണം വന്നത്. ഈ പറഞ്ഞ രാംജി റാവുവിൻ്റെ കാര്യം നമ്മൾ സിദ്ദീഖ് നമ്മൾ വിട്ട് പിരിഞ്ഞിരിക്കുകയാണ്. ലാലു സിദ്ദീഖിൻ്റെ കുട്ടികളിൽ പിരിഞ്ഞ സിദ്ദീഖ് നമ്മൾ സിദ്ദീഖാനെ എങ്ങനെ ഓർത്തെടുക്കുന്ന ഈ സമയത്ത് നമുക്ക്? ഞാനതാ പറഞ്ഞത്, മുമ്പേ പറഞ്ഞു, എനിക്ക് സിദ്ദിഖ് സാർ എന്ന് പറയുമ്പോൾ ഒരു നർമ്മം മാത്രമാണ് എപ്പോഴും. എനിക്ക് ഓരോരോ എങ്ങനെയാണ് ഇവർ പെട്ടെന്ന് ഇങ്ങനെ ഹ്യൂമർ എങ്ങനെയാണ് ഇവർ വർക്കൗട്ട് ചെയ്യുക, അങ്ങനെ ഒരു ഇതായിരുന്നു എപ്പോഴും. സിദ്ദിഖ് സാർ എന്ന് പറഞ്ഞ ഒരു ചിരിയാണ് എനിക്ക് മുഖത്ത്. പക്ഷെ ആദ്യമായിട്ടാണ് ആ ചിരി മങ്ങിയത് എനിക്ക് സിദ്ദിഖ് സാറിൻ്റെ ഈ വേർപാട് കേട്ടപ്പോൾ. വളരെയധികം വിഷമം തോന്നി. കാരണം ആദ്യമായിട്ട് ഞാൻ മാനാർമത്തായി അഭിനയിക്കാൻ പോകുമ്പോൾ പുള്ളിയായിരുന്നു സെറ്റിൽ. പുള്ളിയുടെ കൂടെയാണ് ഞാൻ വർക്ക് ചെയ്തത്. അതുപോലെ ഹിറ്റ്ലർ വർക്ക് ചെയ്തു. പിന്നെ ഒരു ഷോയ്ക്ക് ഞങ്ങൾ 96 ഒരു ഷോയ്ക്ക് പോയിരുന്നു ദുബായിൽ. സോ മൊത്തം ആ സമയത്ത് സിദ്ദിഖ് സാറിൻ്റെ കൂടെയും ലാലേട്ടൻ്റെ കൂടെയൊക്കെ ആയിരുന്നു. അപ്പോൾ അവരുടെ ഒരു ഹ്യൂമറും അതൊക്കെ കണ്ടാണ് ഞങ്ങൾ വളർന്നതെന്ന് തന്നെ പറയാം. ഇപ്പം എന്ത് പറഞ്ഞാലും അതിലൊരു ഹ്യൂമർ കണ്ടുപിടിക്കും. എന്ത് നമ്മൾ സംസാരിക്കാൻ കാണാൻ പറ്റിയിട്ടില്ല. അതാണ് അത് എന്താ പറയാ, വലിയൊരു ഷോക്കായിരുന്നു എല്ലാവർക്കും. വളരെ ഷോക്കായിരുന്നു. ഞാൻ എൻ്റെ പടം കാണാനായിട്ട് ഹൈദരാബാദിൽ ആ ഒരു സമയമായിരുന്നു. ഫ്ലൈറ്റിൽ പോയി ഇറങ്ങിയതിന് ശേഷമാണ് എനിക്കിങ്ങനെ ഒരു ഫോൺ വന്നത്. എനിക്ക് എൻ്റെ പടം പോലും എനിക്കൊരു ആസ്വദിക്കാൻ പറ്റിയില്ല എന്ന് വേണം പറയാൻ. തീർച്ചയായിട്ടും ആ ബന്ധങ്ങൾ അങ്ങനെയാണ്. ആഴത്തിലുള്ള ബന്ധങ്ങൾ പോകുമ്പോഴാണല്ലോ നമ്മൾ ഹൃദയം പോകുന്നത് പോലെ തുല്യമാവുകയാണല്ലോ. കാരണം അങ്ങനൊരു അത്രയും നല്ലൊരു ഹ്യൂമൻ ബീങ് എന്ന് പറയില്ല, അത്ര ഒരു മനുഷ്യത്വമുള്ളൊരു പേഴ്സൺ. അതാണ് നമ്മളെ വിട്ടു പിരിഞ്ഞപ്പോഴാണ് വിഷമം തോന്നുന്നത്. തീർച്ചയായിട്ടും. ഈ ബാബുച്ചേട്ടൻ്റെ സിനിമകളൊക്കെ കാണാറുണ്ടല്ലോ അല്ലേ? കാണാറുണ്ട്. ബാബുച്ചേട്ടൻ ആക്ഷനിലും പെട്ടെന്ന് കോമഡിയിലേക്ക് ചേക്കുക. അതെങ്ങനെയാണ് ഉൾക്കൊണ്ടത്? അതെനിക്ക് അത്ഭുതമായിരുന്നു, ശരിക്കും പറഞ്ഞാൽ അത്ഭുതമായിരുന്നു. കാരണം പുള്ളി നമ്മളോടൊക്കെ എപ്പോഴും ഭയങ്കര കോമഡിയാണ്. എപ്പോൾ എന്ത് സംസാരിക്കായാലും എല്ലാം ഭയങ്കര ഹ്യൂമറായിട്ട് തന്നെയാണ് സംസാരിക്കുക. പക്ഷെ ആൾക്കത് സിനിമയിൽ അവതരിപ്പിക്കാൻ എത്രത്തോളം കഴിയുമെന്ന് നമുക്കറിയില്ലായിരുന്നു. പക്ഷെ അത് ആഷിഖ് കണ്ടുപിടിച്ചു, ചെയ്തു. വളരെ അത്ഭുതമായിട്ട് തന്നെയാണ് തോന്നിയത്. അല്ല, ഇപ്പൊ വരുന്ന കഥാപാത്രങ്ങൾ ഓരോന്ന് നോക്കുമ്പോൾ നമുക്ക് പിന്നെ വളരെ വ്യത്യസ്തമായ ഒരു സംഭവമായിരുന്നു. വളരെ സന്തോഷമുണ്ട് അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യുന്നതിൽ. കാരണം വളരെ കഷ്ടമുള്ളൊരു സംഭവമാണെന്നാ പറയാം. നമ്മൾ കോമഡി ചെയ്യാനാണ് വളരെ കഷ്ടമുള്ളൊരു സംഭവം എന്ന് പറയാം. പക്ഷെ അത് ആള് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യുമ്പോൾ നല്ലൊരു സന്തോഷം തോന്നി. ഈ സബ്ജക്റ്റുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ബാബുച്ചേട്ടൻ വിളിച്ച് പറയാറുണ്ട്, ഞാൻ ഇന്ന സിനിമ ചെയ്യുന്നുണ്ട് വാണി, എങ്ങനെയുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും വിളിച്ച് പറയാറോ അതിൽ ഞാൻ ഇടപെടാറോ അങ്ങനെയൊന്നുമില്ല. ആള് ചെയ്യുമ്പോൾ ഈ പടം ചെയ്തിട്ടുണ്ട്, കഴിയുമ്പോൾ ആള് ഏതാണ്ട് കുറേശ്ശൊക്കെ സബ്ജക്റ്റ് വന്ന് പറയും, ഇങ്ങനെ ഒരു സീൻ ഉണ്ടായിരുന്നു. ഓ ഓക്കെ. ഇപ്പൊ പറഞ്ഞ തെലുങ്കും തമിഴിലും ഒക്കെ അഭിനയിച്ച സിനിമയിൽ വ്യത്യസ്തമായ റോളുകൾ ചെയ്തിട്ടുണ്ട് പോയ ഒരു വ്യക്തിയാണ്. നമുക്ക് ഇനി ചെയ്യണമെന്നുള്ള ആഗ്രഹമുള്ള. ഇപ്പൊ പോലീസ് വേഷങ്ങൾ ഒത്തിരി ചെയ്തു. ഈ പറഞ്ഞ പോലെ മമ്മൂക്കായി സുരേഷ് ഗോപി ചെയ്തിട്ട് ഇപ്പൊ പോലീസ് വേഷം ചെയ്തില്ല എന്നാണ് ഇപ്പോഴും ആക്ടർ വിശ്വസിക്കുന്നത്. നമ്മളൊക്കെ അതിനപ്പുറത്തേക്കും വിശ്വസിക്കുന്നത്, എല്ലാം ചെയ്തു നമ്മൾ വിശ്വസിക്കും. പക്ഷെ ഇനി ഒരു ആഗ്രഹമുണ്ടല്ലോ നമുക്ക്. ഇനിയിപ്പം വീണ്ടും തിരിച്ചു വരുമ്പോൾ നമുക്കൊരു ആഗ്രഹം, എനിക്ക് ഇത്തരം ഒരു വേഷം വരുമ്പോൾ എനിക്ക് അന്നുള്ള ആഗ്രഹം ഇന്ന് പറ്റുമോന്ന് എനിക്കറിയില്ല. പക്ഷെ ഇപ്പോഴും ഒരുപാട് ആഗ്രഹങ്ങൾ. അന്നുള്ള ആഗ്രഹം എന്തായിരുന്നു? അന്നുള്ള ആഗ്രഹം എന്ന് പറയുമ്പോൾ ഇപ്പം നമുക്ക് ഒരു ഫൈറ്റ് എന്ന് വെച്ചോ. ഇപ്പം അന്ന് നമുക്കൊരു ഫൈറ്റ് തരികയാണെങ്കിൽ അപ്പോൾ എന്ന് പറയും ലൈറ്റ് പോകാൻ പോണ്, വേഗം ഫൈറ്റ് എടുക്കണം എന്നാൽ ഓടിച്ചിട്ട് എടുക്കുന്ന ഫൈറ്റുകളൊക്കെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. എനിക്കൊരു നല്ലൊരു ടൈം തന്ന് 10 ദിവസമൊക്കെ തന്നിട്ടൊരു ഫൈറ്റ് ചെയ്യാനൊക്കെ എനിക്ക് അന്ന് അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഇപ്പം അങ്ങനെയൊക്കെ ഒരു
ഫൈറ്റൊക്കെ വളരെ നന്നായി എൻജോയ് ചെയ്ത് ഫൈറ്റൊക്കെ ചെയ്യുന്നു. പക്ഷെ അത് എനിക്ക് പറ്റുമെന്നറിയില്ല. അതും കണ്ടറിയണം. അത്തരം ആഗ്രഹം ഇങ്ങനെ ബാക്കി നിൽക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് ആഗ്രഹങ്ങൾ, ഒരുപാട് ക്യാരക്ടറുകൾ ചെയ്യുന്നത്, അത് മാത്രം നമുക്ക് അടങ്ങില്ലല്ലോ. സിനിമ ആർട്ടിസ്റ്റുകൾക്ക് എന്ന് പറയുമ്പോൾ ഇനിയും പഠിക്കുകയാണല്ലോ അല്ലേ, ഇനിയും ക്യാരക്ടറുകൾ ചെയ്യാൻ ആഗ്രഹമാണ്. ഇപ്പം ഈ ന്യൂജൻ കുട്ടികളെയൊക്കെ കാണുന്നുള്ളൂ സിനിമകളുണ്ട്, അതിൽ ഇപ്പോൾ കണ്ടതിലൊക്കെ ആരുടെ കൂടെയൊക്കെ ഒന്ന് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഇനിയും? എല്ലാവരുടെ കൂടി, അയ്യോ എല്ലാവരും വളരെ ടാലന്റ് ഉള്ളവരാണ്. ഒരാളെ ഈ ഒരു ഹീറോയിൻ്റെ പടം കാണുമ്പോൾ ബെസ്റ്റ് പുള്ളിയാണ് നമ്മൾ വിചാരിക്കും. അത് കഴിഞ്ഞ് വേറെ പടം, വേറൊരു ഹീറോയിൻ്റെ പടം, അയ്യോ അതിൽ നന്നായിരിക്കും ഈ പുള്ളി. അങ്ങനെ നോക്കുമ്പോൾ എല്ലാവരും ന്യൂജൻ, അതാണ് ഏറ്റവും വലിയ വിസ്മയിപ്പിക്കുന്ന ഒരു സംഭവം. എല്ലാവർക്കും അതിൻ്റെതായ ക്യാരക്ടർ, എല്ലാ ക്യാരക്ടറുകളും ചെയ്യാൻ ഈസി, അനായാസം ചെയ്യാൻ പറ്റുന്ന എല്ലാവരാണ് ഇപ്പോഴത്തെ ഹീറോസും ഹീറോയിൻസും. അതെ അതെ, നമുക്ക് ഒരേ സിനിമകൾ കാണുമ്പോൾ വ്യത്യസ്തമായി വരും. ഈ പറഞ്ഞത് കറക്റ്റാണ്. ഒരാളെ കണ്ടുമ്പോൾ അടുത്ത ആളോ അതിനും അപ്പുറത്തേക്ക് നമ്മൾ അതാണ് ഫസ്റ്റ് കാണുമ്പോൾ ഇനി പുള്ളീനെ വല്ല ഇനി ഒരു നടൻ ഇനി വരണം എന്ന് നോക്കുമ്പോൾ അതിലും നന്നായിട്ടായിരിക്കും വേറെ ഒരു നടൻ ചെയ്തു വെച്ചിട്ടുണ്ടാവുക. അപ്പം അത് തന്നെയാണ് വിസ്മയിപ്പിക്കുന്ന ലോകമായിരിക്കുകയാണ് ഇപ്പോൾ. അഭിനയത്തിന് ഒരു വിട്ടുവീഴ്ച ഇല്ലാതാണ് അഭിനയിക്കുന്നത്. അതെ അതെ, അതെ. ഏത് ഇപ്പൊ നേരത്തെ പറഞ്ഞ ഒരു പുതിയ ഡയറക്ടർ എന്ന നിലയിലേക്കല്ല ഒരു ഡയറക്ടർ വരുന്നത്, എല്ലാം പഠിച്ചും അവരുടെ കയ്യിൽ ഒരു പുതിയൊരു തോട്ടുണ്ട്. അത് തന്നെയാണ് അവർക്ക്. ഞാൻ ഡയറക്ടറായിരുന്നു, അല്ലെങ്കിൽ അഭിനയത്തിനെന്ന് പറയുമ്പോൾ അപ്പോൾ നമുക്കൊരു എന്താ പറയുക റെസ്ട്രിക്ഷനൊക്കെ ഉണ്ടായിരിക്കും, ഇതിങ്ങനെ ചെയ്യാം. പക്ഷെ ഒരു ഡയറക്ടർ വരുന്നത് അങ്ങനെ ആയിരിക്കില്ല. ഒരു ഡയറക്ടർ വരുന്നത് തീർച്ചയായിട്ടും എൻ്റെ ഈ ടാലൻറ്റ് ഇതിനു വേണ്ടി ഉപയോഗിക്കണം എന്നുള്ളൊരു ഇതിന് വേണ്ടിയിട്ടായിരിക്കും അവർ വരുന്നത്. അപ്പോൾ അവരുടെ കയ്യിലൊരു പുതിയ സംഭവം എന്തായാലും ഉണ്ടായിരിക്കും. ഉറപ്പായിട്ടും 100% താരസംഘടന അമ്മയിലൊക്കെ മെമ്പറാണല്ലോ. അതെ. അമ്മയിൽ വന്നിട്ട് ഇപ്പൊ എത്ര വർഷമായി? ഞാൻ ലാസ്റ്റ് ടൈം ഒരു ഇലക്ഷന്റെ സമയത്ത് മത്സരിക്കാൻ വോട്ട് ചെയ്യാൻ വേണ്ടി വന്നു. അതല്ല, അങ്ങനെയല്ല, അത് പുള്ളി അങ്ങനെ പറയുന്നു വന്നോട്ടെ എന്ന്. പക്ഷെ ഞാൻ വിളിച്ചപ്പോ ശരി ഒരു ഇലക്ഷൻ നടക്കല്ലേ, അപ്പൊ വരാമെന്ന് കരുതി. അപ്പൊ ആ സമയത്ത് ഞാൻ മറ്റേ പടം അനൗൺസ് ചെയ്ത സമയത്ത് നമ്മൾ സിനിമയിൽ വരുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ളതൊക്കെ പങ്കെടുക്കണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. അല്ല, ഈ തവണയാണെങ്കിലും ജയഭാരതി ചേച്ചി 11 വർഷത്തിന് ശേഷമാണ് അമ്മയുടെ പരിപാടിക്ക് വന്നത്. ഞാൻ ജയഭാരതി ചേച്ചിയുടെ ഇന്റർവ്യൂ എടുത്തിരുന്നു. 11 വർഷത്തിന് ശേഷം അങ്ങനെ നമുക്ക് അമ്മയിൽ വരുമ്പോൾ നമ്മൾ സൗഹൃദത്തിലുള്ളവരെ കാണുമ്പോൾ നമുക്ക് വലിയൊരു സന്തോഷമല്ല മനസ്സിൽ. പിന്നെ വളരെ നമ്മുടെ ഇനിയൊരു കുടുംബത്തിനെ കണ്ട പോലെയല്ലേ, ഒരു കലാകുടുംബത്തിനെ കണ്ട എല്ലാവരും ഇരിക്കുന്നു, എല്ലാവരും ഉള്ള ആ ഒരു സന്തോഷം ഇപ്പോഴും ഉണ്ടായിരിക്കും. ബാബുചേട്ടൻ 2 ടൈമാണ് എക്സിക്യൂട്ടീവ് മെമ്പർ സ്ഥാനത്ത്. അതെ അതെ അതെ, ഏറ്റവും കൂടുതൽ വോട്ടുകളിലേക്ക് മേടിക്കാനും അർഹതപ്പെട്ട ഒരു വ്യക്തിയായിട്ടാണ്, കൃത്യമായി കാര്യങ്ങൾ നടത്തി പോകുന്ന വ്യക്തിയാണ് ഞാൻ കണ്ടിരിക്കുന്നത്. പേഴ്സണലി എനിക്ക് അറിയാവുന്നതും അവിടെ ഉള്ളവരും പറയുന്നത് അങ്ങനെയാണ്. അപ്പൊ ആ സംഘടനയുടെ പ്രവർത്തനങ്ങളൊക്കെ വിലയിരുത്താറുണ്ടോ? ഇനിയാണ് ഞാൻ അറിയേണ്ടത്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കുറേശ്ശല്ലേ അറിയുള്ളൂ എല്ലാ കാര്യങ്ങളും. പിന്നെ അറിയണം, എല്ലാം അറിയണം, പ്രവർത്തനങ്ങളെ പറ്റിയൊക്കെ അറിയണം എന്നുണ്ട്, ആഗ്രഹമുണ്ട്. ഇപ്പൊ നന്നായിട്ട് പോകുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. വളരെ നന്നായിട്ട് പോകുന്നു എന്നാണ് വിശ്വാസം. ഈ ലാലേട്ടനൊക്കെ ആയിട്ടുള്ള ഒരു സൗഹൃദം എങ്ങനെയാണ്? മോഹൻലാൽ സാറും അയ്യോ വളരെ നല്ല സൗഹൃദം തന്നെ. അതെ, എനിക്കറിയാം. അതെങ്ങനെയാണ് ഇപ്പം സൗഹൃദം? എനിക്ക് ആളൊരു നല്ലൊരു ആക്ടർ എന്ന നിലയിലാണ് ഇപ്പോഴും ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷെ എന്താ പറയുക, മലയാളികൾക്ക് എല്ലാ ഭാഷകളിലും പോകുമ്പോൾ മലയാളികൾക്ക് കുറച്ച് അഹങ്കാരം കൂടുതലാണെന്ന് പരസ്യമായി പറയുന്ന ഒരു രഹസ്യവാക്കാണ്. അപ്പോൾ പുള്ളിനെയൊക്കെ കാണുമ്പോഴാണ് നമുക്ക് അതൊന്നും ഇരിക്കട്ടെ എന്ന് വിചാരിക്കുന്നത്. നമ്മുടെ മലയാളികൾക്ക് കുറച്ച് അഹങ്കാരം ഉണ്ടാവട്ടെ എന്ന്. അവരൊക്കെ ജീവിച്ചിരിക്കുന്നവരെ, മമ്മൂക്കി മോഹൻലാലൊക്കെ ജീവിച്ചിരിക്കുന്നവരെ നമുക്ക് ആ അഹങ്കാരം ഉണ്ടായിരിക്കട്ടെ, 100% ഉണ്ടായിരിക്കും ആ ഒരു അഹങ്കാരം. അതുപോലുള്ള ആർട്ടിസ്റ്റുകളല്ലേ മമ്മൂക്കിയും ലാലേട്ടനും. ഈ അന്ന് അഭിനയിച്ചു പോയാൽ കുറെ നായികമാരൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? വാണി അഭിനയിക്കുന്ന സമയത്ത് മറ്റു നായികമാർ, ശോഭന ഉൾപ്പെടെ ഉള്ളവരുണ്ടായിരുന്നു. അവരും ഈ കുറെ നാളത്തേക്ക് സിനിമയിൽ നിന്ന് മാറി നിന്നിട്ടുണ്ട്. ഇപ്പോഴാണ് ശോഭനയൊക്കെ വീണ്ടും തിരിച്ചു വരുന്നത്, സുരേഷ് ഗോപിയുടെ പടത്തോടുകൂടിയാണ് തിരിച്ചു വരുന്നത്. അങ്ങനെ മാറി നിൽക്കുന്ന ഒത്തിരി ആളുകളുണ്ട് സിനിമയിൽ നിന്ന്. പാർവതി സിനിമയിൽ ഇപ്പൊ അഭിനയിക്കുന്നില്ല. ഞാൻ പറയുന്നില്ല, എല്ലാവർക്കും ഇതുപോലുള്ള ഓരോ ഇതായിരിക്കും. അവരുടേതായിട്ടുള്ള ഈ സിനിമയെക്കാളും വലിയൊരു സംഭവം ചെയ്തു തീർക്കാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരിക്കും. ഞാനിപ്പോൾ മക്കൾ എന്നുള്ള നിലയിൽ അവർക്കും അതുപോലെ തന്നെ, എല്ലാവരും അമ്മമാരാണല്ലോ. അപ്പോൾ അവരൊക്കെ എല്ലാവരും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ബിസി ആയിരിക്കും. അതുകൊണ്ടായിരിക്കാം, അല്ലാതെ ഇത്രയും നല്ല ആർട്ടിസ്റ്റുകളെ ഒതുക്കി വെച്ചതായിരിക്കില്ലല്ലോ. എല്ലാവർക്കും ആവശ്യമാണ് ഇത്രയും നല്ല ശോഭന ആൻഡ് ഉർവശി അവരൊക്കെ എന്ന് പറയുമ്പോൾ അത്രയും വലിയ വീണ്ടും ആക്റ്റീവായിട്ട് സിനിമ അല്ലേ? കുറേ സിനിമകളുണ്ട്, ഇടയ്ക്കിറങ്ങിയ സിനിമയിലൊക്കെ ഇങ്ങനെ
അവർക്ക് പറ്റിയ ക്യാരക്ടർ, ശോഭനയ്ക്കൊക്കെ പറ്റിയ ക്യാരക്ടർ വന്നിരിക്കില്ല, വരുമ്പോൾ ചെയ്യും, വരണ ആവശ്യമുണ്ട് ചെയ്തു. അതാണ് ചെയ്ത് ഗംഭീര വേഷമായിട്ട് സുരേഷ് ഗോപിയായിട്ട്. ഇപ്പൊ സുരേഷ് ഗോപി ആണെങ്കിലും ഇപ്പം തിരിച്ചു വന്നിട്ട് കുറെ സിനിമകൾ ചെയ്ത് പോകുന്നുണ്ട്. രാഷ്ട്രീയത്തിനൊപ്പം തന്നെ സിനിമ ചെയ്ത് പോകുന്നുണ്ട്. നമുക്ക് രാഷ്ട്രീയവും സിനിമയും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിൽ ഉള്ള എങ്ങനെയായിരിക്കും എന്നൊരു വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ രാഷ്ട്രീയവും സിനിമയും നമുക്കൊരു ബിസിയായി, രാഷ്ട്രീയത്തിൽ ബിസിയായി, അതോടൊപ്പം തന്നെ സിനിമ അഭിനയം കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ തുടങ്ങിയിട്ടില്ലല്ലോ. അല്ല, ചിന്തിക്കണമല്ലോ, നമ്മൾ തുടങ്ങുമ്പോൾ അങ്ങ് ചിന്തിക്കണമല്ലോ. അറിയില്ല എനിക്ക് അത് എങ്ങനെയാണെന്ന്. അത് ചെയ്താൽ മാത്രമേ എന്നെ അറിയുള്ളൂ. ചിലർക്ക് പറ്റാം, മേ ബി അവർക്കൊക്കെ. ഇപ്പോൾ സുരേഷ് ഏട്ടൻ ചെയ്യുന്നുണ്ടല്ലോ, തീർച്ചയായിട്ടും ചെയ്യുന്നുണ്ട്, പറ്റും തന്നെയാണ് വിശ്വാസം. ഇന്നസെന്റ് ഏട്ടൻ ചെയ്തിരുന്നു, പിന്നെ പറ്റും തന്നെയാണ്. ഇപ്പോൾ അവിടെ നോക്കിയാൽ എല്ലാവരും സിനിമയിൽ നിന്ന് വന്നവരാണ്. പക്ഷേ സിനിമയിൽ നിന്ന് വന്നിട്ട് പിന്നെ ചെയ്ത ആളുകൾ കുറവാണ്. ഇപ്പോൾ ഞാൻ എൻ ടി രാമറാവു സാറിൻ്റെ കൂടെ ചെയ്യുമ്പോൾ പുള്ളി ചീഫ് മിനിസ്റ്റർ ആയിരുന്നു. ആ ഒരു സമയത്താണ് ഞാൻ പോയി മിനിസ്റ്ററുടെ കൂടെയാണ് വർക്ക് ചെയ്യുന്നത്. അതിനുപരി ഒരു നല്ല നടൻ്റെ കൂടെ അഭിനയിക്കുന്നതിന് ചീഫ് മിനിസ്റ്റർ, മൊത്തം പോലീസ് കാര്യങ്ങളായിട്ട് അങ്ങനെയാണ് ഞാൻ പോയി അഭിനയിച്ചത്. അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു പുള്ളിയുടെ കൂടെ അഭിനയിക്കുന്നത് എന്ന് പറഞ്ഞാൽ. നമ്മുടെ അത് അവിടെ പോകുമ്പോഴുള്ള റെസ്പെക്ട് വേറെയാണ് അല്ലേ? അയ്യോ, വളരെ ആ ഒരു സമയത്ത്, ആ ഒരു പ്രായത്തിൽ ഇത്രയും വലിയൊരു ക്യാരക്ടർ അഭിനയിക്കുക എന്ന് പറയുമ്പോൾ അതൊരു ഹിസ്റ്റോറിക്കൽ മൂവിയായിരുന്നു. സാമ്രാട്ട് അശോകൻ്റെ വേഷമായിരുന്നു എൻ ടി രാമറാവു സാറിന്. പുള്ളിയുടെ വൈഫായിട്ടുള്ള തിക്ഷ്യരക്ഷിത എന്ന് പറഞ്ഞ ക്യാരക്ടറായിരുന്നു ഞാൻ അഭിനയിച്ചത്. ഇപ്പോഴും ഞാൻ ആന്ധ്രയിൽ പോയാൽ ആ ഒരു ക്യാരക്ടറിനെ പറ്റി എല്ലാവരും പറയാറുണ്ട്. പിന്നെ എല്ലാവരും കൂടുതൽ സോങ്ങിനെ പറ്റിയിട്ടും ഡാൻസിനെ പറ്റിയൊക്കെ ആയിരുന്നു അന്ന്. ഇപ്പോഴും പറയാറ്, ഇപ്പോൾ പോയപ്പോഴൊക്കെ എല്ലാവരും പറയാം അതാണ്. ഇനിയിപ്പം അത്തരം ഒരു കഥാപാത്രങ്ങളിലേക്ക് എത്താൻ ഒത്തിരി കടമ്പകൾ വേണ്ടി വരുമോ? ഉണ്ടായിരിക്കും. നമുക്ക് ചെയ്യാൻ പറ്റിയതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എന്ത് തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ്, അവിടെയാണ് നമുക്ക് അറിയുന്നത്. അന്നും കഥ മൊത്തമായിട്ട് നോക്കിയതിന് ശേഷമാണ് നമ്മൾ കൈ കൊടുക്കുള്ളൂ. കഥ ഡിപ്പെൻസ്. അതെന്താ പറയുക, ഇപ്പോൾ ചിരഞ്ജീവിയുടെ നായിക, അപ്പോൾ നമ്മൾ കഥ കേൾക്കാറില്ല, പുള്ളി അത് നോക്കിക്കോളും. നമ്മൾ ചിരഞ്ജീവിയുടെ നായികയായിട്ട് അഭിനയിക്കുന്നു, അല്ലെങ്കിൽ ഇന്നൊരു പ്രൊഡ്യൂസറുടെ പടം, അല്ലെങ്കിൽ ഇന്നൊരു ഡയറക്ടർ പടം, അപ്പോൾ അവരാണ് അതിൻ്റെ എല്ലാ തലവും നോക്കുന്നത്, അവരായിരിക്കും. നമ്മളതിൻ്റെ ലാശം പിന്നെ നമ്മൾ നോക്കി തുടങ്ങിയത് വന്ന് നമ്മളെ വെച്ചിട്ടുള്ള ഒരു ആക്ഷൻ സംഭവങ്ങൾ വരുമ്പോൾ അതാണ് കഥയും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയായിരുന്നത്. ഈ ആക്ഷൻ എന്ന് പറയുമ്പോൾ ആക്ഷനിലേക്ക് തന്നെയാണ് ഇപ്പോഴും നമ്മൾ നിൽക്കുന്നത്. ആക്ഷൻ എന്നൊരു സാധനം മനസ്സിൽ നിന്ന് ഇതുവരെ പോകാത്ത ഒരു കഥാപാത്രം എൻ്റെ ഒരു ക്യാരക്ടർ ആയിരിക്കാം. ഞാൻ ആക്ഷൻ തന്നെ ചെയ്യണമെന്നൊന്നും അല്ല, അതിലേക്കാണ് പ്രണയം കൂടുതൽ എനിക്ക് മനസ്സിലായി. 100% അതിൽ നിന്ന് മാറി ആക്ഷനിലേക്കല്ല, ഒരു എന്താ പറയുക, അതിനെ ഒരു തൻ്റെയുള്ള ഒരു ക്യാരക്ടർ, അതാണ് അതിൻ്റെ ഒരു. ജീവിതത്തിൽ എങ്ങനെ തൻ്റെയാണോ? കുറച്ചൊക്കെ, സിനിമ പോലെയല്ല, കുറച്ചൊക്കെ തൻ്റെ ഇടം. ആരെങ്കിലുമായിട്ട് ജീവിതത്തിൽ, നമ്മുടെ സ്വകാര്യ ജീവിതത്തിൽ, യാത്രയിൽ ആരോഗ്യമായിട്ട് എതിർക്കേണ്ടതായി വന്നിട്ടുണ്ടോ? ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ടാവും, എന്തെങ്കിലുമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടാവും. എനിക്കപ്പോൾ അതിനൊരു മറുപടി പറഞ്ഞിട്ട് പോയില്ലെങ്കിൽ ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല, അപ്പോൾ ചിലപ്പോൾ അവർക്ക് മറുപടി കൊടുക്കാം, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ മറുപടി കൊടുത്തിട്ടുണ്ട് ഒരുപാട്. പിന്നീട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ കൂടുതലില്ല. അന്നൊന്നും സോഷ്യൽ മീഡിയ അത്ര ഇല്ല, അതാണ്. അല്ലെങ്കിൽ ചർച്ച ചെയ്തിട്ട് ഇപ്പോഴും തമ്മിലേ നോക്കിയാ കണ്ടേനെ. ഉണ്ടായിരുന്നേനെ. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ കൂടുതലും തികച്ചും കുട്ടികളുമായിട്ടുള്ള യാത്രയും കാര്യങ്ങളൊക്കെ. ഇപ്പം സോഷ്യൽ മീഡിയ കൂടുതലായി അല്ലേ? ഇപ്പൊ ഇവിടെ വരുമ്പോ തന്നെ ഒന്നിറങ്ങുമ്പോ തന്നെ എന്തോരം സോഷ്യൽ മീഡിയ ഉണ്ടെന്ന്. സോഷ്യൽ മീഡിയ ഭയക്കുന്നുണ്ടോ? ഞാനോ? ഇപ്പൊ മൊത്തത്തിലെല്ലാം ഭയമാണ് എനിക്ക്. ഭയപ്പെടില്ല എന്ന് ഞാൻ പറയുന്നില്ല, മൊത്തത്തിൽ ഒരു പേടിയാണ് എനിക്ക്. ഇപ്പോൾ ഞാൻ ആക്ഷൻ ചെയ്യാൻ പോകുമ്പോൾ എനിക്ക് പറ്റുമോ, അല്ലെങ്കിൽ ഈ അഭിനയിക്കാനായിട്ട് മുമ്പത്തെ പോലെ പറ്റുമോ, സോഷ്യൽ മീഡിയയോട് എങ്ങനെ പെരുമാറണം ഒക്കെ എല്ലാം മൊത്തത്തിൽ പേടിയാണ്. നമ്മൾ പറയുന്ന വാക്കുകൾ എങ്ങനെയായിരിക്കും ഇനി സോഷ്യൽ മീഡിയ? വളരെ പേടി എന്നല്ല പറയുന്നത്, വളരെ ആലോചിച്ച് വേണം എന്ന് തോന്നുന്നുണ്ട്. സോഷ്യൽ മീഡിയ ആക്റ്റീവ് ആണോ? ഞാനോ? അല്ല. ഫേസ്ബുക്കോ ഒന്നുമില്ല, ഇൻസ്റ്റാഗ്രാം ഒന്നുമില്ലാത്തൊരു ആർട്ടിസ്റ്റ് ഞാൻ മാത്രമായിരിക്കും. എനിക്ക് തോന്നുന്നു. ഇപ്പൊ ജനിച്ച കുട്ടിയായിരിക്കും എന്ന് പറയാം ആരോ. എനിക്ക് അങ്ങനെ തോന്നുന്നു. ഏതൊരു പടത്തില് അങ്ങനെ ഇല്ലാത്ത ഇപ്പൊ ഇന്നലെ ജനിച്ച കുട്ടിയായിരിക്കും. എന്തുകൊണ്ട് വേണ്ട എന്ന് പറയുന്നത്? ഭാവിച്ചേട്ടൻ ഭയങ്കര സ്ട്രോങ് ആണ്, എല്ലാവരും സ്ട്രോങ് ആണ്. എനിക്ക് അങ്ങനെ ഒരു താല്പര്യം തോന്നിയില്ല. ഇനിയിപ്പോ വരില്ല എന്നും പറയില്ല, താല്പര്യം തോന്നിയില്ല, അതാണ്. അതിനോടൊരു വലിയ കാലത്തിനൊപ്പം നമ്മൾ മാറണ്ടേ? സത്യമാണ്. പക്ഷെ എനിക്കതൊരു താല്പര്യം തോന്നിയില്ല. ഇപ്പം ആവശ്യം നമ്മളോട് കോർഡിനേറ്റ് ചെയ്യുന്ന, നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന അത് മാത്രം മതി എന്ന് വിശ്വസിച്ച്, ഞാൻ പറഞ്ഞില്ലേ ഇതിനു മുമ്പ്, ആർക്കും അറിയില്ല ഞാൻ അഭിനയിക്കാൻ വരുന്നു എന്നുള്ളത്. അതുപോലെ അപ്പം ഇനി ആവശ്യമെങ്കിൽ
തീർച്ചയായിട്ടും തുടങ്ങാം എന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ബാബുച്ചേട്ടന് ഒരു അസുഖം വന്നു, ഇങ്ങനെയൊക്കെ വാർത്തകൾ വന്നു അല്ലേ? ബാബുച്ചേട്ടൻ ഷൂട്ടിംഗ് സ്ഥലത്ത് ആ അസുഖം വന്നു. അന്ന് ബാബുച്ചേട്ടൻ സോഷ്യൽ മീഡിയ ഇട്ടിരിക്കുന്ന ഒരു പഴയ പാട്ടുമായിട്ട് അദ്ദേഹം ജിമ്മിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഇതാണ് ആ സോഷ്യൽ മീഡിയയിൽ മറുപടി കൊടുത്തത്. അത്തരം വാർത്തകൾ, ബാബുച്ചേട്ടനെതിരെയൊക്കെ വാർത്തകൾ കേൾക്കുമ്പോൾ വാണി എന്ന ഭാര്യയ്ക്ക് എന്താണ് തോന്നുന്നത്? വിഷമം തോന്നുമല്ലോ, എല്ലാവർക്കും വിഷമം തോന്നുന്നതാണ്. പിന്നെ നമ്മൾ ഇതിനോട് കൂടി ഞാനില്ലെങ്കിലും മറ്റുള്ളവർ എല്ലാവരും യൂസ്ഡായി പോയ പോലെ നമ്മളിതിനോട് കൂടെ അറിയുന്ന സത്യം നമുക്ക് അറിഞ്ഞാൽ പോരെ എന്ന് തോന്നുന്നുണ്ട് ഇപ്പോൾ. കാര്യങ്ങളൊക്കെ വിളിച്ച് അന്വേഷിക്കാറുണ്ടോ? ഇല്ല, വളരെ കുറവാണ്. എനിക്കിപ്പോ പുള്ളി എന്താണ് മറുപടി ഇട്ടതെന്ന് കൂടി എനിക്കറിയില്ല. വന്നത് ഞാൻ അറിഞ്ഞു, മറുപടി ഗംഭീരമായിരുന്നു. ഇവിടെ മൊത്തം മെയിൻ ചാനൽ വരെ ചർച്ച ചെയ്യപ്പെട്ടു ആ മറുപടി. അദ്ദേഹം റൺ ചെയ്യുന്നൊരു പടം ഇട്ടിട്ട് വീഡിയോ ഇട്ടിട്ട് ഒരു പാട്ടും എനിക്ക് മറന്നു, പാട്ടും കിട്ടാണ് ചെയ്തത്. നമ്മളൊക്കെ എടുത്ത് വാർത്ത ചെയ്താണ്. ഞാനൊക്കെ അത് കേട്ടപ്പോൾ ഒത്തിരി അപ്പം തന്നെ വിളിച്ചതാണ്. ബാബുച്ചേട്ടനിലുള്ള ഒരു പോസിറ്റീവ് വശം, ഒരു ഭർത്താവ് എന്ന നിലയിൽ ബാബുച്ചേട്ടനുള്ള ഒരു പോസിറ്റീവ് വശം എന്താണ്? ആലോചിക്കണം. അല്ല, പുള്ളി മൊത്തത്തില് എന്താ പറയാ, എന്തിനും ആള് ധൈര്യമായിട്ട് പുറപ്പെടും. അത് തന്നെയാണ് ആളുടെ ഒരു പോസിറ്റീവ്. അത് മാറ്റിവെക്കാം, ആലോചിക്കട്ടെ, വരട്ടെ, അത് തന്നെയാണ് പുള്ളിയുടെ നെഗറ്റീവ്. അവിടെ അത് നെഗറ്റീവ് ഉണ്ട് 100%. അത് തന്നെയാണ് പുള്ളിയുടെ നെഗറ്റീവും, അത് തന്നെയാണ് പുള്ളിയുടെ പോസിറ്റീവ്. അത് തന്നെയാണ് ക്യാരക്ടറും. അത് ഒരു പരിധി വരെ ഞാൻ അതിനെ എൻജോയ് ചെയ്തിരുന്നു. ഇപ്പൊ എനിക്ക് തീർച്ചയായിട്ടും എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ചില സമയത്ത് വേണ്ട എന്ന് നമ്മൾ പറഞ്ഞു കൊടുത്താലും ആളുടെ ഒരു രീതിയിലെല്ലാം ചെയ്യുള്ളൂ. അപ്പോൾ ആളുടെ ഒരു എന്താ പറയുക, ഇപ്പോൾ പറഞ്ഞോണം തന്നെ വരട്ടെ, ആലോചിക്കാം, നോക്കട്ടെ, അങ്ങനെ ഒരു സംഭവമില്ല. എല്ലാം ഒരു എടുത്തുചാട്ടം ഉണ്ടായിരിക്കും എല്ലാറ്റിലും, എന്തിനും വേണ്ടിയിട്ടും. 100%. അതാണ് ഞാൻ പറഞ്ഞത്, അത് വളരെ പോസിറ്റീവായ കാര്യമാണ്. പക്ഷെ അത് തന്നെയാണ് ആൾക്ക് നെഗറ്റീവായിട്ട് പിന്നീട് എന്തിനാണ് പറഞ്ഞതെന്ന് ചിന്തിക്കേണ്ടതായിട്ട് പിന്നീട് നെഗറ്റീവായിട്ട് വരുന്നതും അതുകൊണ്ടായിരിക്കും. നമ്മളൊക്കെ ഒരു കാര്യത്തിന് വിളിച്ചാൽ ഇപ്പം പല പ്രശ്നങ്ങളുണ്ട്, അമ്മയിൽ പല പ്രശ്നങ്ങളും നമ്മളൊക്കെ വിളിച്ചാൽ ഞാനാണെങ്കിൽ വളരെ അഡ്ജസ്റ്റ് ചെയ്യുന്ന, രണ്ടുപേരും വളരെ ഇങ്ങാണ്, എക്സ്ട്രീമാണ്, വളരെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ക്യാരക്ടറാണ്. അപ്പോൾ അപ്പോഴാണ് ഞാൻ പറയുന്നത് വേണ്ട, ആലോചിക്ക് എന്നൊക്കെ ഞാൻ പറഞ്ഞാലും അങ്ങനെയൊന്നുമില്ല. അതങ്ങനെ ഒരു ക്യാരക്ടറൊന്നുമല്ല, കേൾക്കുന്ന ഒരാളൊന്നുമല്ല. അപ്പോൾ അത് തന്നെയാണ് നെഗറ്റീവും, അത് തന്നെയായിരിക്കും പോസിറ്റീവും. ചില സമയത്തിൽ അത് പറഞ്ഞത് നന്നായി എന്ന് നമുക്ക് തോന്നും, ചില സമയത്ത് വേണ്ടായിരുന്നു എന്ന് തോന്നും. അപ്പോൾ അതാണ് നെഗറ്റീവും പോസിറ്റീവായിട്ട് തോന്നുന്നു. ഒരു സമയത്ത് വിഷയങ്ങളുണ്ടാകും. എനിക്ക് തോന്നുന്നു, ഞാൻ വാണി വിശ്വനാഥ് എന്ന ആളെ വിളിക്കുന്നു, ആർട്ടിസ്റ്റ് എന്ന നിലയിൽ വിളിച്ചിട്ട് അമ്മയുടെ ഒരു വിഷയത്തിന് ഫോൺ റെക്കോർഡ് ചെയ്ത് ഞാൻ അന്ന് കൊടുത്തു. അന്നൊരു വലിയ ഇഷ്യൂ ഉണ്ടായിരുന്ന സമയത്ത് ലാലേട്ടൻ്റെ എതിരായിട്ട് ദിലീപ് കേസൊക്കെ നിൽക്കുന്ന സമയത്ത് ഞാൻ വിളിച്ചൊരു ഫോൺ സംഭാഷണം എടുത്താണ്. അന്ന് ബാബുച്ചേട്ടനൊക്കെ നല്ല വലിയ രീതിയിൽ പ്രതികരിച്ചു തന്ന സമയമായിരുന്നു. അതെനിക്കിപ്പോൾ ഓർമ്മ വരുന്നുണ്ട്, ഞാൻ അന്ന് വിളിച്ചതൊക്കെ. ഈ പറഞ്ഞതുപോലെ പല സിനിമകൾ പല രീതിക്ക് ചെയ്യുന്നു, പല ആർട്ടിസ്റ്റുകളായിട്ട് ബന്ധപ്പെടുന്നു, സൗഹൃദം അങ്ങനെ കാത്ത് നിൽക്കുന്നില്ല, കാണുമ്പോഴുള്ള സൗഹൃദം. ഇനി സൗഹൃദം വെക്കണമെന്ന് തോന്നുന്നില്ല. ഇപ്പൊ വാട്സാപ്പ് എല്ലാ കൂട്ടായ്മയും ഉണ്ട്. എനിക്ക് എല്ലാവരോടും സൗഹൃദമാണ്. ഞാനൊക്കെ വളരെ ആർട്ടിസ്റ്റുകളൊക്കെ വളരെ ഇൻറ്റിമസി ആയിട്ട് പരിചയപ്പെടുന്ന ഒരാൾ. പക്ഷെ എന്തുകൊണ്ടോ അതങ്ങ് നീളുന്നില്ല, അതങ്ങ് വരുന്നില്ല എന്നാണ് തോന്നുന്നത്. അത് എന്തുകൊണ്ട്, എങ്ങനെയാ സംഭവിക്കുന്നു എന്ന് ഇതുവരെ പിടിച്ചിട്ടില്ല. അതായിരിക്കാം, അത് തന്നെയാണ് വിഷയം. ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ അല്ല, സോഷ്യൽ മീഡിയ ഒക്കെ സ്ട്രോങ് അല്ലാത്ത സമയത്ത് സിനിമ കഴിഞ്ഞു എല്ലാവരും കെട്ടിപ്പിടിച്ചു, ചിലപ്പോൾ കരച്ചിൽ വരും, ഷോ കഴിയുമ്പോൾ കരച്ചിൽ വരും, എല്ലാവരുമായിട്ട്. അത് കഴിഞ്ഞ് പിന്നെ ഈ സംഭവമേ ഇല്ല. നിങ്ങൾ എല്ലാവരും പോയ ഏറ്റവും വലിയ ഷോ ദുബായിൽ നടന്ന ഈസ്റ്റ് കോസ്റ്റ് കൊണ്ട ഷോയാണ് അല്ലേ? മമ്മൂക്കയുടെ കൂടെ. അതാണ് ഏറ്റവും വലിയ ഷോ ഇപ്പോഴും ആളുകളുടെ മനസ്സിൽ. അതെ. പിന്നെ ദിലീപിന്റെ കൂടെ പോയിരുന്നു, അമേരിക്ക അല്ല, ദുബായ് തന്നെ. ഞാൻ, മഞ്ജു, ദിലീപ് അങ്ങനെ ഒരു ഷോ നടത്തിയിരുന്നു. അന്നൊക്കെ ഈ ഷോ നടത്തുമ്പോൾ നമുക്ക് പല പ്രശ്നങ്ങളുണ്ടാകാറുണ്ട്. ഷോയ്ക്ക് പോകുമ്പോൾ പല പ്രശ്നങ്ങളുണ്ടാകും. നമ്മുടെ പേയ്മെന്റിന്റെ കാര്യങ്ങൾ പ്രശ്നമുണ്ടാകും. നിങ്ങൾ പോയ ഷോ അങ്ങനെ ആയിരിക്കില്ല, വലിയ ആളുകളെ പോലെ. അത്തരം സംഭവങ്ങൾ കേട്ടിട്ടുണ്ട് ആ കാലത്തൊക്കെ? അങ്ങനെയൊക്കെ പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു ഇതുണ്ടായിട്ടില്ല. ഓരോരുത്തരൊക്കെ പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. അതൊക്കെ ഹ്യൂമർ രീതിയിലായിരിക്കും ഓരോരുത്തർ പറയുക. പക്ഷെ അതുകൊണ്ട് നമുക്കതൊരു വലിയ കാര്യമായിട്ടാണ്. പിന്നെ ആ ഒരു സമയത്ത് നമ്മൾ അതൊന്നും അത്ര ചിന്തിക്കാറില്ലല്ലോ. ഒരു ഫൈറ്റ് എന്ന് പറയുന്ന ഒരു ഫൈറ്റ് മാഷായിട്ട്, ഒരു സിനിമയിൽ ഫൈറ്റ് മാഷായിട്ട്, സ്റ്റണ്ട് മാസ്റ്ററായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. സിനിമയിൽ അങ്ങനെ ഒരു ക്യാരക്ടർ
അങ്ങനെ ഒരു ക്യാരക്ടർ ഇല്ല, ആഗ്രഹിച്ചിട്ടില്ല. നമുക്കൊരു ഡയറക്ഷൻ വന്നാൽ ചെയ്യുന്നല്ലാതെ വന്നാൽ ചെയ്യുന്നു. അങ്ങനെ ഒരു ആഗ്രഹമൊന്നും ഒരു സിനിമയുടെ ഡയറക്ഷനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഒരുപാട് പേരുണ്ടല്ലോ, അതിലേക്ക് മാത്രം നമ്മൾ എന്തിനാണ് അതിൻ്റെ ഇപ്പോൾ ഇത് പറയുമ്പോഴാണ് എനിക്ക് സിദ്ദിഖ് സാറിനെ ഓർമ്മ വരുന്നത്. ഇപ്പോൾ മനർമത്തായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഞാനിങ്ങനെ ഡയറക്ഷൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വാണിക്കും ഡയറക്റ്റ് ചെയ്യാട്ടോ എന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ ചെയ്യാം സിദ്ദിഖ, പക്ഷേ എനിക്ക് ഈ ക്യാമറ വെക്കുന്ന സംഭവങ്ങളൊക്കെ അത് വാണി വെക്കേണ്ട, അത് ആൾക്കാർ കൊണ്ടുപോയി വന്ന് വെച്ച് തന്നോളും ക്യാമറയൊക്കെ. എനിക്കിപ്പോഴും അതാണ്, എന്ത് പറഞ്ഞാലും അതിനൊരു ഹ്യൂമർ പുള്ളി ഉണ്ടാക്കും. അതാണ് അപ്പോൾ ഈ ഡയറക്ഷൻ എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് സംസാര രീതിയും അങ്ങനെയാണ്. അപ്പോൾ പുള്ളി അങ്ങനെ പറഞ്ഞു, വാണി അത് വെക്കേണ്ട കാര്യമില്ല വാണി, അത് ആളുകളുണ്ട് ക്യാമറ കൊണ്ടുവയ്ക്കാനൊക്കെ എന്ന് പുള്ളി പറഞ്ഞത് ഇപ്പോഴും ഓർക്കാണ്. ഈ ചെന്നൈയിൽ നിന്ന് നാട്ടിലേക്ക് തൃശ്ശൂരാണല്ലോ, തൃശ്ശൂരിലേക്ക് വരവൊക്കെ എങ്ങനെയാണ്? എപ്പോഴും വരും. പുള്ളി പിള്ളേരുടെ വെക്കേഷൻ ടൈമിൽ വരും, അല്ലെങ്കിലും വരും. പിന്നെ നമ്മുടെ അമ്പലമായിട്ടുള്ള പ്രോഗ്രാമുകൾക്കും അതിനും വേണ്ടി വരാറുണ്ട്. ഇടയ്ക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു വീട്ടിൽ ഫംഗ്ഷൻ, എല്ലാ വർഷവും ഉണ്ടാവുന്ന ഫംഗ്ഷനാണ്. ഫംഗ്ഷനൊക്കെ വരും. ഇപ്പം ഇനി നമുക്ക് വേണ്ടത്, എനിക്ക് വേണ്ടത്, അഭിനയത്തിലേക്ക് നമ്മൾ വരുന്നു, ഇനി എനിക്ക് വേണ്ടത് കേരളത്തിൽ നിന്നാണോ കൂടുതൽ സിനിമകൾ വേണ്ടതെന്ന് ചിന്തിക്കുന്നുണ്ടോ, അതോ തെലുങ്ക്, തമിഴ് അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? ഞാൻ കൂടുതൽ തെലുങ്കും മലയാളമാണ് ചെയ്തത്. അപ്പോൾ എനിക്ക് കൂടുതൽ മലയാളവും തെലുഗു ചെയ്യാനാണ്. പക്ഷെ പിന്നെ ചെയ്യാത്ത ലാംഗ്വേജുകൾ ഉണ്ടല്ലോ, അപ്പോൾ ആ ലാംഗ്വേജുകളിലും ആക്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, നല്ല ക്യാരക്ടറായിട്ട് വരണം എന്ന് ആഗ്രഹമുണ്ട്. അന്നുള്ള പോലത്തെ സൗഹൃദം ഇപ്പോൾ സിനിമയിലില്ല പൊതുവെ. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ വാട്സാപ്പായി മൊബൈൽ നോക്കിയിരിക്കുന്നതാണ്, ക്യാരവാൻ സംവിധാനം വന്നിരിക്കുന്നു, നമ്മൾ ഷൂട്ട് കഴിഞ്ഞാൽ ക്യാരവാനിൽ പോകും. അന്ന് മരച്ചോട്ടിലിരുന്ന് നമ്മൾ സംസാരിക്കുന്ന ഒരു വീട്ടിലാണെങ്കിൽ അത്തരം സൗഹൃദങ്ങൾ ഇപ്പോൾ ഇല്ലാതെ ആയിട്ടുണ്ട്. പേഴ്സണലി എനിക്ക് കൃത്യമായിട്ട് അറിയാം. അത്തരം ഒരു സൗഹൃദം ആ കാലഘട്ടത്തെ സൗഹൃദമല്ലേ എപ്പോഴും നല്ലത്? 100% അത് തന്നെയാണ് നല്ലത്. ഞാൻ പറഞ്ഞില്ലേ, ഇതിനു മുമ്പ് നിങ്ങൾ സിനിമയെ പറ്റി അറിയുന്ന ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളാണ് ഞാൻ അറിയുന്നത്. ഇനി ഇതിനെ ഇനിയിപ്പോൾ എത്രത്തോളം മാറിയിട്ടുള്ളത് ഇനി അറിയണം ഞാൻ. ഇനി ഇങ്ങനെയുള്ള ചില സംഭവങ്ങൾ അതാണ്. അന്നൊക്കെ നമ്മൾ ഡ്രസ് ചേഞ്ച് ചെയ്യാനും അതിനൊക്കെ എത്രത്തോളം കഷ്ടപ്പെട്ടു. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതൊരു ഇങ്ങനെയുള്ള ചില സംഭവങ്ങൾ സന്തോഷവും തന്നിട്ട്, അങ്ങനെ ചില സന്തോഷവും ഉണ്ട്, അതിൽ തന്നെ ദുഃഖവും ഉണ്ട്. പാതി എന്ന് പറയാം. ഇപ്പൊ നമ്മളൊരു ഷൂട്ട് കഴിഞ്ഞ ഇപ്പൊ ഇവിടെ തന്നെ ഇപ്പം ആ ഷൂട്ട് കഴിഞ്ഞാൽ വാണി വിശ്വനാഥ് എന്ന ആക്ടർ ഒരു ക്യാരവാനിൽ കയറുന്നു, ലാലേട്ടൻ ഒരു ക്യാരവാനിൽ കയറുന്നു, മറ്റുള്ള ഒരു ക്യാരവാനിൽ കയറുന്നു. നമ്മൾ ഒരുമിച്ച് കാണുന്നില്ല, ആ ഷൂട്ടിൽ വരുമ്പോൾ മാത്രമേ കാണുന്നുള്ളൂ. അങ്ങനെയല്ലല്ലോ, പണ്ട് അങ്ങനെയല്ലല്ലോ. നമ്മളിപ്പോൾ ഇവിടെ തന്നെയാണല്ലോ ഇവിടെ തന്നെ ഇരുന്നു സംസാരിച്ചു, ഒരുപാട് ജോക്ക് പറഞ്ഞു. അപ്പൊ കൂടുതൽ നമ്മളുടെ ഒരു കമ്മ്യൂണിക്കേഷൻ നഷ്ടപ്പെടുന്നുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ വന്നിട്ട് പോലും ലാലേട്ടനെയോ പിന്നെ അഭിനയിക്കുന്ന വേറെ കുട്ടിയുണ്ട് രവീന, അവരെയൊന്നും ഞാൻ കണ്ടിട്ടില്ല. മുമ്പ് അങ്ങനെയല്ലല്ലോ, അവരെയൊക്കെ കാണും ഫസ്റ്റ് തന്നെ വന്നിട്ട്. എനിക്കൊക്കെ അങ്ങനെയാണ് ആഗ്രഹം, എല്ലാവരും ഫസ്റ്റ് കാണണം, കണ്ടെല്ലാവരോടും സംസാരിക്കണം, ഡയറക്ടറെ കാണണം, പ്രൊഡ്യൂസറെ. ഇപ്പോഴാണ് ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ പ്രൊഡ്യൂസറെ പരിചയം. അപ്പോൾ എല്ലാവരെയും കണ്ടിട്ട് എന്നിട്ടാണ് നമ്മളുടെ ഒരു ക്യാരക്ടറായിട്ട് നമ്മൾ മാറുന്നത്. ഇപ്പൊ അങ്ങനെയല്ല, നമ്മൾ ക്യാരക്ടറായി മാറുന്നു, അവിടെ ചെല്ലുന്നു, സംസാരിക്കും. അങ്ങനെ ആയിരിക്കണം എന്നാണ് ഇപ്പൊ അങ്ങനെയാണ്. അതൊരു വലിയ ഒരു സിനിമയ്ക്ക് ചില വശങ്ങൾ വെച്ച് നോക്കുമ്പോൾ അതൊരു നല്ലതായിട്ടും തോന്നുന്നുണ്ട്, ചില വശങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമുക്കതൊരു അവരായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ കുറവല്ലേ എന്നും തോന്നുന്നുണ്ട്. കൃത്യമാണ്. 2 വർഷം ഉണ്ടായിരുന്നു. പക്ഷെ എപ്പോഴും അന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ട സമയങ്ങളുണ്ട്. വെയില്, അല്ലെങ്കിൽ ഒരു ഡ്രസ് ചേഞ്ച് ചെയ്യാൻ പോകാൻ, അല്ലെങ്കിൽ ഒരു വാഷ്റൂം പോകാനായിട്ടുള്ള ഒരു ലേഡി ആർട്ടിസ്റ്റുകൾക്കൊക്കെ ഒരുപാട് കഷ്ടം. അതൊക്കെ ഇപ്പോൾ മാറില്ലേ ചെയ്തത്. പിന്നെ അതൊക്കെ സന്തോഷമല്ലേ? അതൊക്കെ മാറി. ഇപ്പൊ നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഓരോ അതൊക്കെ അതിലൊക്കെ സംശയം മാത്രമേ ഉള്ളൂ. അതെ. പണ്ട് ഹോട്ടലുകളാണെങ്കിൽ ഈ പറയുന്ന ഹോട്ടലുകളല്ല. ഇപ്പോഴത്തെ ഹോട്ടലുകൾ നമ്മൾ പറയാം, ഏത് ഹോട്ടലിൽ നമുക്ക് പറയാൻ പറ്റും. അത്രയും വലിയ ഹോട്ടലുകൾ വന്നു. അക്കാലത്തൊന്നും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നല്ലോ. ഇല്ല. അതിനനുസരിച്ചുള്ള സൗകര്യങ്ങൾ പ്രൊഡ്യൂസർക്കും കൂടിയിരിക്കും, അതിനനുസരിച്ചുള്ള ബിസിനസ്സും കൂടിയിരിക്കും. അതായിരിക്കാം ബിസിനസ് കൂടിയല്ലോ. പണ്ടൊന്നും അങ്ങനെ ബിസിനസ് ഒന്നും നോക്കിയല്ലോ ചെയ്യുന്നത്. ഇപ്പൊ ഒരു ബിസിനസ് ഉണ്ടല്ലോ. ഇപ്പം വാണി വിശ്വനാഥ് എന്ന ആക്ടറിന് എന്താണ് വില ഇട്ടിട്ടാണ് ഇവർ സിനിമയ്ക്ക് പൈസ തരുന്നത്, ആ ബിസിനസ് അവർ ഓൾറെഡി നടത്തിയിട്ടായിരിക്കും വരുന്നത്. എന്റെ സിനിമയില് ഇതിന്റെ ഏറ്റവും വലിയ ടൈറ്റിൽ എന്ന് വെച്ചാൽ ഈ സിനിമയുടെ വാണി 10 വർഷം തിരിച്ചു വരുന്നതാണ് ഏറ്റവും വലിയ ക്യാപ്ഷൻ. അല്ലേ? ഈ സിനിമയ്ക്ക് ഏറ്റവും വലിയ മൈലേജ് അത് തന്നെയാണ്. 10 വർഷം വാണി വിശ്വനാഥ് മലയാള സിനിമയിൽ തിരിച്ചു വരുന്നു. അത് അങ്ങ് വൈഡാണ്. അപ്പൊ അത് ആ സിനിമയ്ക്ക് അതിന്റെ വില കിട്ടും. അതിന്റെ ഒരു അല്ല, ഞാൻ വരുന്നു എന്നുള്ളതല്ല, അവരതിനെ
മാർക്കറ്റിംഗിൽ അതാണ് മാർക്കറ്റിംഗ് എന്ന് ഉദ്ദേശിക്കാൻ പറ്റില്ല. അതല്ലേ പറയാൻ തന്ത്രമുണ്ടല്ലോ മാർക്കറ്റ്. അതല്ലേ പറയാൻ പറ്റുള്ളൂ. ഈ ഒരു അല്ലെങ്കിൽ നമ്മൾ നമുക്കും അതല്ലേ ഒരു സന്തോഷം അല്ലേ, നമ്മൾ വരുന്നു എന്നുള്ളത് ആളുകൾ അറിയണമല്ലോ. അല്ലാതെ പെട്ടെന്നൊരു പടം അഭിനയിച്ചു ഇതിൽ ആർട്ടിസ്റ്റുകളുടെ ഇടയിൽ വാണി വിശ്വനാഥ് ഉണ്ട് എന്ന് പറയുന്നതല്ലല്ലോ. വിശ്വനാഥ് വരുന്നു എന്ന് അറിയണമല്ലോ. ഇപ്പൊ പാൻ ഇന്ത്യ ചിത്രങ്ങളാണ്, പണ്ടൊന്നും അങ്ങനെ ഇല്ല. പണ്ടെല്ലാം പാൻ ഇന്ത്യ ആണ് എന്നാണ് നമ്മൾ കണക്കൂട്ടാൻ. അത്തരം ഒരു സിനിമകൾ ഇപ്പോൾ പാൻ ഇന്ത്യ ചിത്രം എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നിന്നും അങ്ങനെ വരുന്നില്ല. ഈ അന്യഭാഷാ സിനിമകൾ വന്നാണ് മലയാളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ കളക്ഷൻ കൊണ്ടുപോകുന്നത്. മലയാള സിനിമയ്ക്കല്ല ഇവിടെ കളക്ഷൻ കിട്ടുന്നത്. അത്തരം ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണ് വാണി വിശ്വനാഥ് കാണുന്നത്? കാഴ്ചപ്പാട് അത് മുമ്പും കുറച്ച് മേലെ അല്ല ആയിരുന്നല്ലോ. ലാംഗ്വേജ് വൈസ് വെച്ച് നോക്കുമ്പോൾ തെലുങ്ക് കുറച്ച് ഉയർന്നതായിരുന്നു, തമിഴും കുറച്ച് ഉയർന്നതായിരുന്നു. അത് ഇവിടെ വന്നിട്ട് ഓടി കളക്ഷൻ ചെയ്ത് നമ്മളും നമ്മുടെ പടങ്ങളും അതുപോലെ വരുന്നുണ്ട്. നമ്മളറിയുന്നത് ഇപ്പോൾ ദൃശ്യം എന്നുള്ള പടങ്ങളൊക്കെ ഞാൻ എവിടെ പോയാലും ദൃശ്യത്തിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. അതന്നെ പോരെ നമുക്ക്. അതും വലിയൊരു കാര്യം തന്നെയല്ല മലയാളീസിന്. ഇപ്പോൾ ഞാൻ തെലുങ്കിൽ അഭിനയിക്കാൻ പോകുമ്പോഴൊക്കെ എപ്പോഴും ദൃശ്യത്തിനെ പറ്റിയിട്ടും അല്ലെങ്കിൽ വേറെ ലൂസിഫറിനെ പറ്റിയോ അല്ലെങ്കിൽ മമ്മൂക്കയുടെ കുറേ പടങ്ങൾ അങ്ങനെ ഒരുപാട് പടങ്ങളെ പറ്റിയിട്ട് അവരും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. നമുക്ക് എന്താണ് മാർക്കറ്റ് വാല്യൂ ആണോ അതിൻ്റേതായിട്ടുള്ള ബിസിനസ് രീതി കൊണ്ടാണോ നമ്മൾ പാൻ ഇന്ത്യൻ ചിത്രങ്ങളെ പോലെ വരാത്തതെന്ന് നമുക്കറിയുന്നില്ല അത് എന്തുകൊണ്ടാണ്. പക്ഷേ എല്ലാവരും ചർച്ച ചെയ്യുന്ന പടം, നല്ല പടം, സ്വാഭാവികമായ പടങ്ങൾ എന്നൊക്കെ പറയുന്നത് നമ്മുടെ പടങ്ങൾ തന്നെയാണ്. ഈ OTT വന്നപ്പോഴാണ് മലയാള സിനിമ വേൾഡിൽ അറിഞ്ഞത്. ആ സമയത്താണ് ഹോം സിനിമ OTTയിൽ ഇറങ്ങുന്നത്. ഹോം സിനിമയെ കുറിച്ച് ഭയങ്കരമായിട്ട് ചർച്ച നടത്തി. ഈ OTTയുടെ വരവ് എങ്ങനെയാണ് കാണുന്നത്? തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണണം തന്നെയാണ് ആഗ്രഹം. കാരണം ആ ഒരു ചെന്നിരുന്നോടനെ പടം കാണുന്നതല്ല നമ്മളുടെ ഒരു സന്തോഷം. റീസെൻ്റ് ജയിലറിന് ഞാൻ പോയിരുന്നു പടം കാണാൻ. അപ്പം അതിനുള്ള ഒരുക്കങ്ങളുണ്ടല്ലോ, മുമ്പുള്ള ഒരുക്കങ്ങൾ, പോവുക, ടിക്കറ്റ് ബുക്ക് വന്നോ നോക്കുക, അവിടെ ചെല്ലുക, അതിൻ്റെ ആ ബിഗിനിങ്, അതൊക്കെ ആ തിയേറ്ററിൽ സന്തോഷിക്കുന്ന ഒരു സുഖം നമുക്ക് സിനിമ മാത്രമല്ലായിരുന്നു അപ്പോൾ നമ്മൾ സന്തോഷിച്ചിരുന്നത്. ആ പോകുന്നതും ഇരിക്കുന്നതും ആ അല്ലെങ്കിൽ ഒരു കർട്ടൻ, ചെറുപ്പത്തിലൊക്കെ നമുക്ക് ആ കർട്ടൻ പൊന്തുന്നത് പോലും ഒരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ആ ഒരു സന്തോഷം തിയേറ്ററിൽ തന്നെ കിട്ടുള്ളൂ. ഇതിപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും സ്റ്റോപ്പ് ചെയ്തിട്ട് അതിൻ്റെ ബാലൻസ് പിന്നെ കണ്ടാൽ മതി. അങ്ങനെയാണല്ലോ. OTT എന്ന് പറഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും സ്റ്റോപ്പ് ചെയ്യാം. പകുതി നമുക്ക് ഇത് പോയിട്ട് വന്നിട്ട് കാണാം, ജിമ്മിന് പോയിട്ട് വന്നിട്ട് കാണാം. അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ ആ പടത്തിൻ്റെ ഒരു വാല്യൂ നഷ്ടപ്പെടുകയാണ്. തീർച്ചയാണ് പടത്തിൻ്റെ വാല്യൂ നഷ്ടപ്പെടുകയാണ്. പിന്നെന്താണെന്ന് വെച്ചാൽ എപ്പോൾ വേണമെങ്കിലും കാണാലോ എന്നുള്ളൊരു സന്തോഷം മാത്രമേ ഉള്ളൂ. പിന്നെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പടം അല്ലെങ്കിലും നമുക്ക് പകുതി കണ്ടാൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കാണാം, നല്ല പടം നന്നില്ലെങ്കിൽ. പക്ഷെ നല്ല പടം എന്ന് പറയുമ്പോൾ നമ്മളവിടെ ഇരുന്ന് പോകും കാണാൻ. പക്ഷെ അത് തിയേറ്ററിൽ തന്നെ കാണണം എന്നാണ് എൻ്റെ ഒരു. ജയിലർ കണ്ടു എന്ന് പറഞ്ഞു, കുറച്ച് സമയം ലാലേട്ടൻ ഉള്ളൂ. എങ്ങനെ കാണുന്നു? ഒരു ആവേശമാണ് നമ്മുടെ ആർട്ടിസ്റ്റ് വരുമ്പോൾ. നമ്മുടെ ലാലേട്ടനൊക്കെ വരിക എന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. ഞാനൊക്കെ മുമ്പ് തൊട്ട് രജനി സാറിൻ്റെ ഭയങ്കര ഫാനാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണുന്ന ആളാണ്. ഈ പേപ്പർ എറിയുക അല്ലെങ്കിൽ കൈയടിക്കുക, വിസിലടിക്കുക എന്നുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അതിപ്പോഴും തുടരുകയാണ് ഞാൻ. പിന്നെ ഞാൻ പിന്നെ ചെയ്യാം അത്. ഞാൻ വിസിലടിക്കും, പിന്നെ പേപ്പർ പുറത്തും, അങ്ങനെയുള്ള ഒക്കെ ഞാൻ ചെയ്യും. എൻ്റെ ഇപ്പോൾ മകൻ എന്ന് പറയുമ്പോൾ വേറൊരാളുടെ ഫാനായിരിക്കും. പക്ഷെ എനിക്ക് സന്തോഷം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ കൊണ്ടുപോയി ഞാൻ ആരാധിക്കുന്ന രജനി സാറിന്റെ പടം കാണിക്കുമ്പോൾ എനിക്കൊരു സന്തോഷമാണ്. അതില് നമ്മുടെ ലാലേട്ടൻ വരുമ്പോൾ അതിലും സന്തോഷം. ഉക്കരനായിരുന്നു. ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ എന്താ പറയാ, ഈ ദൃശ്യത്തിൽ പറഞ്ഞു എന്തൊരു മനുഷ്യനാണെന്ന് ചോദിക്കില്ലേ ജഡ്ജ് ലാസ്റ്റില്, അതുപോലെ എന്തൊരു മനുഷ്യനാണെന്ന് ചോദിക്കുന്നത്. എന്താ ആർട്ടിസ്റ്റ് പുള്ളി. ആ സിനിമ ഒന്നും നമുക്ക് ചില സിനിമ പ്രവചിക്കാൻ പറ്റാത്തൊരു, നമുക്ക് ഒരിക്കലും പ്രവചിക്കാൻ പറ്റാത്തൊരു അഭിനയമാണ്. പ്രവചിക്കാൻ രണ്ടുപേർക്കും രണ്ട് ടാലന്റാണ്. ലാലേട്ടനും മമ്മൂക്ക രണ്ട് രീതിക്കുള്ള യാത്ര ചെയ്യുന്നതാണ് അല്ലേ. ഓരോ സിനിമകൾ എടുത്തു വെക്കാലും. അപ്പൊ ജയിലർ ലാസ്റ്റ് കണ്ടിട്ടിരിക്കുവാണ്. അതെ, ഫസ്റ്റ് ഡേ കണ്ടു. രജനി സാറിന്റെ പടം എല്ലാ പടങ്ങളും ഫസ്റ്റ് ഡേ കാണാൻ ശ്രമിക്കും. ഇതിന്റെ ഇടയിലൊക്കെ കുറച്ച് പോയിരുന്നു. എനിക്ക് തോന്നുന്നു ശിവാജി വരെ ഞാൻ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ടിട്ടുണ്ട്. ഒത്തിരി ഒന്നും വൈകില്ല. അതിനുശേഷം കുട്ടികളും ഇതൊക്കെ വരുമ്പോ അങ്ങനെയാണ്. രജനി ഫാനാണ് ശരിക്കും. ഭയങ്കര ഫാനാണ് രജനി സാറിന്റെ, ഭയങ്കര ഫാനാണ്. ചെറുപ്പം മുതൽ അവിടെയല്ല ആയിരുന്നത്, ചെന്നൈയിലായിരുന്നല്ലോ. അപ്പോൾ പിന്നെ എപ്പോഴും രജനി സാറിന്റെ പടങ്ങളാണ് കൂടുതൽ കാണുക. ഇവിടെ മമ്മൂക്കായും ലാലേട്ടനും ഒരുപോലെ തന്നെയല്ലേ ഫാൻ? ഇവിടുത്തെ ഫാൻ
പിന്നെ ഇടതും വലതും അല്ല, രണ്ടും വലതിലാ. രണ്ടും വലത്. ഇടത്തിൽ നിർത്തുന്നില്ല നമ്മളാരും. ഇല്ല ഇല്ല ഇല്ല. ഇടത് വലത് എന്ന് പറഞ്ഞ ഒരു സംഭവം ഇല്ലല്ലോ, അത് നമ്മളാക്കി ഉണ്ടാക്കിയതല്ലേ ഇടത് വലത്. നമ്മളെന്തിനാണ് നമ്മളെ ഇടത് കൈ എന്ത് പാവം ചെയ്തിട്ട് അതിനെ ഇടതെന്ന് പറയുന്നത്? നമ്മളെന്തിനാ നമ്മുടെ അവയവങ്ങൾക്ക് എന്തിനാ ഒരു വിവേചനം കൊടുക്കുന്ന, ഒരു ഡിസ്ക്രിമിനേഷൻ? ഒരു ആവശ്യമില്ല, നമ്മളായിട്ട് കൊടുക്കുന്നതാണത്. വലത് കാല് വെച്ച് കയറണം, എന്താണ് ഇടത് കാലിന് എന്താ പ്രൊഫഷൻ? വിശ്വാസമൊന്നുമില്ല, വിശ്വാസക്കുറവല്ല, അത് നമ്മൾ ഉണ്ടാക്കിയെടുത്തതല്ലേ എന്നാണ് തോന്നുന്നത് നമുക്ക്. അപ്പോൾ അതിന് നമ്മുടെ അവയവങ്ങൾക്കൊന്നും നമ്മൾ ഒരിക്കലും വിവേചനം കൊടുക്കണ്ട. അപ്പം ഇടത് വലതൊന്നുമില്ല, നമ്മുടെ നമ്മുടെ ചങ്കുകൾ. പണ്ട് കേട്ട കഥകളിൽ വേണ്ട എന്ന് വെച്ച കഥകൾ പിന്നീട് സൂപ്പർ ഹിറ്റ് ആയ കഥകളുണ്ടോ മറ്റുള്ളവർ അഭിനയിച്ചപ്പോൾ? ഉണ്ട് ഉണ്ട് ഉണ്ട്. സൂപ്പർ ഹിറ്റ് ആയതുകൊണ്ട് ഫ്ലോപ്പ് ആയതുകൊണ്ട്. അത് ഞാൻ പറയാൻ സൂപ്പർ ഹിറ്റ് ആയപ്പോൾ എന്ത് തോന്നി? ആ സിനിമ പറയണ്ട. ചിലപ്പോൾ വിഷമം തോന്നില്ല. കാരണം എന്ന് വെച്ചാൽ ചിലപ്പോൾ എനിക്ക് പറ്റാത്ത, ചിലപ്പോൾ എന്നേക്കാൾ നല്ലതായിട്ടായിരിക്കും അവർ ചെയ്തിട്ടുണ്ടാവുക. എനിക്ക് വളരെ നന്നായി ചെയ്യാൻ പറ്റിയൊരു ക്യാരക്ടർ അയ്യോ വിട്ടുപോയി എന്ന് പറയുമ്പോഴാണ് നമുക്ക് വിഷമം തോന്നുക. അങ്ങനെ ഒരു വിഷമം തോന്നിയിട്ടുള്ള ഒരു സംഭവങ്ങളൊന്നുമില്ല. എല്ലാവരും നന്നായിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് സന്തോഷമേ ഉള്ളൂ, ഹിറ്റാകുമ്പോൾ സന്തോഷമേ ഉള്ളൂ. അത് അന്നൊന്നും ഈ പറഞ്ഞ പോലെ രജനിയുടെ കൂടെയാണെങ്കിലും അല്ലെങ്കിൽ ചിരഞ്ജീവിയുടെ കൂടെ നമ്മൾ കഥ കേൾക്കുന്നത് അവരുടെ കൂടെ എന്നുള്ള മറ്റു മലയാള സിനിമകൾ വരുമ്പോൾ കൂടുതൽ കഥകൾ കേൾക്കാറുണ്ട്, ഇരുന്ന് കഥകൾ കേൾക്കാറുണ്ട്. വളരെ കുറവാണ്. എന്നാലും എനിക്കിപ്പോൾ മാന്നാർ മത്തായിയുടെ ലൊക്കേഷനിലാണ് സിദ്ദിഖ് സാർ എനിക്ക് ഹിറ്റ്ലറിന്റെ കഥ പറയുന്നത്. അപ്പോൾ എനിക്ക് കഥ എന്ന് പറഞ്ഞാൽ പുള്ളി പറയുന്നത് ഫസ്റ്റ് തൊട്ട് ഒരു 3 മണിക്കൂറാണ് പടം എന്ന് വെച്ചാൽ 3 മണിക്കൂറാണ് കഥയും പറയുന്നത്. അപ്പോൾ ഷോട്ട് ബൈ ഷോട്ട് അല്ലെങ്കിൽ സീൻ ബൈ സീൻ അങ്ങനെയാണ് കഥ. അതാണ് ഞാൻ ആദ്യമായിട്ട് ഒരു ഭയങ്കര ഒരു ഇതോടുകൂടി കേട്ടൊരു കഥ ഹിറ്റ്ലർ. മുമ്പൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ കഥ കേൾക്കുമ്പോൾ വാണി ഇങ്ങനെയാണ്, ചിരഞ്ജീവി സാറ് അങ്ങനെ ഇങ്ങനെ അങ്ങനെയൊക്കെയാണ് നമ്മളോട് കഥ പറയാറ്. അതിൻ്റെ ഒരു ഔട്ട്ലൈൻ മാത്രമല്ലേ നമുക്ക് കേൾക്കാം. ഇതാണ് ഞാൻ ഫുള്ളായിട്ട് കഥ കേട്ടൊരു ഹിറ്റ്ലർ. അത് കൊച്ചിയിൽ ഷൂട്ട് ആയിരുന്നല്ലോ, കൊച്ചിയിൽ അല്ലല്ല, കൊച്ചിയിലും ഉണ്ടായിരുന്നല്ലോ ഷൂട്ട്. പൊള്ളാച്ചി കൊച്ചിയിലൊക്കെ ആയിട്ട് ഷൂട്ട്. ഈ പറഞ്ഞ പോലെ ആ കഥ, അത്തരം ഒരു കഥകൾ പിന്നെ കേട്ടിട്ടുണ്ടല്ലോ, ഇത്രയും സീനിയർ ആയ. അല്ല, അത് സിദ്ദിഖ് സാറ് പറയുന്നത് കേൾക്കാനൊരു സന്തോഷമാണ്. അത് ഇങ്ങനെ മൈന്യൂട്ടായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും പറയും, അതിൻ്റെ ഇടയിൽ വരുന്ന തമാശയും പറയും. അപ്പോൾ നമ്മൾ ചിരിച്ചു. അപ്പോൾ നമുക്കൊരു പടം കാണണ്ട, ആ പടം കണ്ടുകൊണ്ടാണ് നമ്മൾ അഭിനയിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈസി ആയിരുന്നു ആ പടമൊക്കെ വളരെ. പക്ഷെ അതിൽ മമ്മൂക്ക അഭിനയിക്കുമ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കും. അത് എൻ്റെ ക്യാരക്ടർ ഞാൻ മറക്കും, മമ്മൂക്കനെ അടുത്തത് ചീത്ത വിളിക്കേണ്ട ക്യാരക്ടറൊക്കെ ആയിരിക്കാം. അപ്പം ഞാനത് മറന്നിട്ട് പറയും വാണിയാണ് ഇപ്പോൾ പറയേണ്ടത് എന്ന് പറയും. അപ്പം ഞാനിങ്ങനെ നോക്കും. ആ ഒരു സീനും ഇല്ലേ, മമ്മൂക്ക വന്നിട്ട് നീ വിധവയാവരുതെന്ന് വിചാരിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ അതും ചെയ്യും എന്ന് പറയുന്നൊരു ക്യാരക്ടറുണ്ട്, ആ ഒരു സീൻ. അത് ഞാനിങ്ങനെ നോക്കി നിൽക്കാണ് പുള്ളിയുടെ അഭിനയം കണ്ടിട്ട്. ഈ സീനുകളൊക്കെ ഇപ്പോഴും ഓർമ്മയിലിരിപ്പുണ്ട് അല്ലേ, അഭിനയിച്ച കഥാപാത്രങ്ങളല്ലേ? അതൊക്കെ വലിയ ഭാഗ്യമാണ് കേട്ടോ. എല്ലാവർക്കും അങ്ങനെ കിട്ടില്ല പെട്ടെന്ന്. അതൊക്കെ വലിയ, എനിക്കിപ്പോ ആ സീൻ പറഞ്ഞപ്പോ എന്റെ മെമ്മറിയിലേക്ക് ആ സീൻ വലിയൊരു ഡയലോഗാണ്. അതെ അതെ, പുള്ളി ഇതറിഞ്ഞിട്ട് നമ്മളോട് സ്നേഹമുണ്ട്, പക്ഷെ എന്നിട്ടും പറയും ഇവൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ മുകേഷ് എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ കൊല്ലാത്തത്, അല്ലെങ്കിൽ ഞാൻ ഇനിയും അതും ചെയ്യും എന്ന് പറയുന്നൊരു കാര്യം. അവിടെ നമ്മൾ നോക്കി നിൽക്കുകയാണ്. പിന്നെ ഞാനാണ് പറയേണ്ട ഡയലോഗ്, അത് വിട്ടു, നമ്മുടെ കയ്യിൽ നിന്ന് പോയി. ശരിക്കും ഒരു, കാരണം പുള്ളി അഭിനയിച്ചിട്ട് അത് വേറെ പടങ്ങളോ അതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് അറിയുന്നത് പുള്ളിയുടെ ആ ഒരു അഭിനയത്തിൻ്റെ ഒരു ഡെപ്ത്. ആരാടി ഞങ്ങൾ, ആരാടി നിങ്ങൾ എന്ന് ചോദിക്കുന്നത്, അത് ശരിക്കും അനിയത്തിമാരോട് ചോദിക്കുന്ന പോലെ തന്നെയാണ് തോന്നുന്നത് നമുക്ക് മമ്മൂക്ക അഭിനയിക്കുമ്പോൾ. തീർച്ചയായിട്ടും അതെ. ഈ പറഞ്ഞതുപോലെ കുറേ സംവിധായകരുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. നമുക്ക് ഒത്തിരി പേര് ഇഷ്ടമുണ്ട്, എങ്കിലും എടുത്തു പറയാവുന്നൊരു സംവിധാനമായിരിക്കും എന്നും മനസ്സിൽ നമുക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞു തന്നിട്ടൊരു സംവിധാനം ഉണ്ടാവുമല്ലോ. അങ്ങനെ എല്ലാവരും നല്ല, അങ്ങനെ എന്താ ഒരു ഡയറക്ടർ മാത്രം പറയുന്നത് ശരിയല്ല. എല്ലാവരും, ഇപ്പം ഞാൻ സിദ്ദിഖ് സാറിനെ പറഞ്ഞല്ലോ, അങ്ങനെ എല്ലാവരിലും ഓരോരോ കഴിവാണ്. നമുക്ക് അന്ന് അഭിനയിക്കണമെന്ന് തോന്നിയ ഏതെങ്കിലും ഡയറക്ടർ ചെയ്യാൻ പറ്റണമെന്ന് ആഗ്രഹിച്ച ഡയറക്ടറിന് ചെയ്യാതെ പോയിട്ടില്ലേ? പിന്നെ ഞാൻ ഫസ്റ്റ് എനിക്ക് വന്ന പടം സൈന്യം ഞാൻ ചെയ്യേണ്ട പടമായിരുന്നു. ഫസ്റ്റ് ജോർജ് സാർ എൻ്റെ അടുത്താണ് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് എന്തോ ഡേറ്റിൻ്റെ ഒരു ക്ലാഷ് വന്ന് ഞാൻ തെലുങ്ക് പടം അഭിനയിക്കുകയായിരുന്നു. അതിനുശേഷം മാന്നാർ മത്തായി അഭിനയിക്കാൻ പോകുന്നു എന്ന് ഞാൻ ജോർജ് സാറിൻ്റെ അടുത്താണ് വിളിച്ചു പറയുന്നത്. ഞാൻ അഭിനയിക്കാൻ ഫസ്റ്റ് സാറിൻ്റെ പടം ചെയ്യേണ്ടതായിരുന്നു, ഇപ്പം ഞാൻ മാന്നാർ മത്തായിയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അതെ അതെ. അപ്പോൾ ജോർജ് സാറിൻ്റെ പടം ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടില്ല, സത്യൻ അന്തിക്കാട് സാറിൻ്റെ പടം ചെയ്യാൻ പറ്റിയിട്ടില്ല, കമൽ സാറിൻ്റെ പടം ചെയ്യാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഒരുപാട് ഡയറക്ടേഴ്സ് ഉണ്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന, അപ്പം ചെയ്യാൻ പറ്റാത്തതിൽ നഷ്ടമുള്ള ഒക്കെ ഒരുപാട് ഡയറക്ടേഴ്സ് ഉണ്ട്.
ഈ ജോഷി സാർ ഇപ്പം ആക്റ്റീവാണ് കേട്ടോ. അതെ, അതെ, വീണ്ടും അതെ. ഒരേ വർഷം ഒരേ സിനിമ. ഇപ്പം അതെ, അതെ. സുരേഷ് ഗോപിനെ ചെയ്ത് ഇപ്പോൾ ഒരു സിനിമ ചെയ്യുന്നു. പൊറിഞ്ഞു പറയത്തിലൂടെ ഈ കയറി വന്ന അതെ. ജോഷി സാർ ഇപ്പം ആക്റ്റീവായിട്ട് നല്ല നല്ല സിനിമകൾ തന്നെ നമുക്ക് പിന്നെ മറ്റൊരു പ്രധാന കുടുംബ ചിത്രങ്ങൾ പശ്ചാത്തലത്തിൽ കുടുംബങ്ങളുടെ ബന്ധം കൂട്ടിയുറപ്പിക്കുന്ന ആഴത്തിലുള്ള സിനിമകളൊന്നും ഇപ്പോൾ വരുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? അല്ല, ഈ സിനിമ എന്ന് പറയുന്നത് ഒരു വ്യാപാരമാണല്ലോ. അപ്പോൾ വ്യാപാരമായിരിക്കും അവരുടെ ലക്ഷ്യം. എന്തിന് അപ്പോൾ അതിലൊരു ടച്ചെങ്കിലും ഉണ്ടായിരിക്കും. ഇപ്പോൾ ഏതൊരു പടം എടുത്താലും അതിലൊരു ടച്ച് ഉണ്ടായിരിക്കും, കുടുംബത്തിന് വേണ്ടിയിട്ടുള്ളൊരു ടച്ച് ഉണ്ടായിരിക്കും. അത് തന്നെ പടമാക്കാനായിട്ട് അവർ സിനിമ എന്ന് പറയുന്ന ഒരു എൻ്റർടൈൻമെൻ്റ് ആണല്ലോ. അപ്പോൾ അതായിരിക്കും അവർ ചിന്തിക്കുന്നുണ്ടാവുക. മുമ്പത്തെ പോലെ അല്ലല്ലോ ഇപ്പോൾ മാർക്കറ്റും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ടായിരിക്കും. മുമ്പ് എന്ന് പറയുമ്പോൾ അപ്പോൾ അതിനു മുമ്പ് അതിലും കൂടുതലല്ലായിരുന്നു. മീൻസ് ശാരദമ്മ, ഷീലാമ്മയൊക്കെ അഭിനയിക്കുന്ന സമയത്ത് അതിലും കൂടുതലായിരുന്നു. അതിൽ നിന്ന് കുറഞ്ഞ് പിന്നെ വന്നു, പിന്നെ അതിലും കുറഞ്ഞ് ഇനിയും കുറയായിരിക്കും. ഇനി അടുത്ത ജനറേഷനൊക്കെ വരുമ്പോൾ അങ്ങനെ ആയിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങോട്ട് തിരിച്ചു വരാം, ബാക്ക് അടിക്കാം.